Good morning, sir. Yes. Good morning, sir. Good morning, good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുക. ഹാപ്പി ദിവാലി. ഓൾറൈറ്റ്, എല്ലാവരും ഒരുപാട് പേര്. ഓക്കെ, ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇന്ത്യ രാജ്യത്ത് ദീപാവലി ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് നമ്മളുള്ളത്. സോ ഹാപ്പി ദിവാലി. സോ ഹാപ്പി മോർണിംഗ്. ഹാപ്പി. നിങ്ങൾ എന്തിനാണ് ഹാപ്പി ആയിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾ എന്തിനാണ് ഹാപ്പി ആയിട്ടുള്ളത്? വൈ യു ആർ ഹാപ്പി? ജസ്റ്റ് കമന്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഹോപ്പ് യു ക്യാൻ സീ മീ. അപ്പൊ ഇന്നും ഇതേപോലെ എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കോട്ടുമായിട്ട് വരാം. ആ കോട്ട് ഇതാണ്. അതൊരു പുസ്തകത്തിന്റെ പേരും തന്നെയാണ്. ആ ഒരു കോട്ടാണ്, അതേപോലെ തന്നെ പുസ്തകത്തിന്റെ പേര് ഇതാണ്. ഈഗോ ഈസ് ദ എനിമി. എന്താണ് ഈഗോ ഈസ് ദ എനിമി എന്ന് പറയുന്നത്? ഈഗോ ഈസ് ദ എനിമി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എന്താ പറയുക, അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മളുടെ ജീവിതം താറുമാറാക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഈഗോയാണ്. എന്താണ് ഈഗോ എന്ന് തിരിച്ചറിയണം. നമ്മുടെ ലൈഫിൽ അതെങ്ങനെയാണ് ഈഗോ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്, ആൻഡ് നമുക്ക് എങ്ങനെ അതിൽ നിന്ന്, ആ ഒരു കൺട്രോളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോ നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഈഗോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഗോ ഇസ് എ ഫാൾസ് ഐഡന്റിറ്റി. നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് ഇല്ലാത്തൊരു ഐഡന്റിറ്റിയാണ്. അതൊരു നമ്മുടെ ഉള്ളിൽ തോന്നുന്നൊരു ഞാൻ ഇതാണ് എന്ന് തോന്നുന്ന ഒരു തോന്നലുണ്ട്. ഞാൻ എന്തോ സംതിങ് ആണ്. മനസ്സിലാണല്ലോ? എല്ലാം ഒരു തോന്നലാണല്ലോ. എല്ലാം തോന്നലിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ടതാണ് ലൈഫ്. അപ്പോ നമുക്കൊരു ഫാൾസ് ഐഡന്റിറ്റിയാണ് ഈഗോ എന്ന് പറയുന്ന അവസ്ഥ. ഈഗോ എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? ഒരു ഫാൾസ് ഐഡന്റിറ്റിയാണ്. നമ്മൾ ഒരിക്കലും അത് കൊണ്ടു നടക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കൊണ്ടു നടക്കുന്നു. അത് കൊണ്ടു നടന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണ്? സോ ഇറ്റ്സ് എൻ ഇമേജ് ദാറ്റ് യു ബിൽഡ്, പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ദ പെയിൻ, ക്രിറ്റിസിസം, ഫെയിലിയർ. നമ്മളെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ എന്ത്? ഒരു ഇമേജ് ആണ്. നമ്മളെ വേദനയിൽ നിന്ന്, മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നതിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഇല്ലാത്ത ഒരു ഇമേജ് ആണ്, ഐഡന്റിറ്റിയാണ്. ഇല്ലാത്തൊരു ഇമേജ്, നമുക്കില്ലാത്തൊരു അഭിമാനം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ സാധനമാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ദുരഭിമാനത്തെ പറയുന്നതാണ് ഈഗോ. സോ ഇറ്റ് ഈസ് ദ ഐ, ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥ, ദാറ്റ് നീഡ്സ് വാലിഡേഷൻ, പ്രൈസ് ആൻഡ് കൺട്രോൾ. ആർക്കൊക്കെ ഈഗോ ഉണ്ടെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ തോന്നാറുണ്ടോ? മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരിൽ നിന്ന് പുറത്തു നിന്ന് വാലിഡേഷൻ, സ്നേഹം ആവശ്യമുണ്ട്. സോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ,
നമ്മളുടെ ലൈഫിൽ ഈ ഐ എന്ന് പറയുന്നത് ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ തന്നെ കാണാം ഞാൻ ഡിഫറെൻ്റ് ആണ്, ഇല്ലേ? ഞാൻ ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഇങ്ങനെ പറയും ഞാൻ ഡിഫറെൻ്റ് ആണ്, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ഈ ഞാൻ എന്ന് പറയുന്ന വേർഡ് കുറെ ഉപയോഗിക്കുക, എൻ്റെ എന്ന് വല്ലാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇവരാണ് ലോകത്തെ ഏറ്റവും പേടിക്കുന്ന ഭീരുക്കളായിട്ടുള്ള ആൾക്കാർ. ആരാണ് ഇവർ? ഇവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആൾക്കാർ. മനസ്സിലാകുന്നുണ്ടോ? സോ ഞാൻ എന്ന് പറയുന്ന ഒരു സംഗതി, അത്തരത്തിലുള്ള ഒരു സംഗതി വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെക്കുറിച്ച് ഞാൻ വല്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉള്ളിൽ ഭയം കൊണ്ട് നടക്കുന്ന, എന്നെ ജഡ്ജ് ചെയ്യുമോ, മറ്റുള്ളവർ എന്നെ ഇവരാണ് എന്താ വെച്ചാൽ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യും, പരിഹസിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാത്തതിൻ്റെ, പരിഗണന കിട്ടാത്തതിൻ്റെ, സേഫ്റ്റി അധികം ഫീൽ ചെയ്യാത്തതിൻ്റെ, എനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റുള്ളവർക്ക് കിട്ടി എന്ന അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥകളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ ദുരഭിമാനം അല്ലെങ്കിൽ ഈ ഈഗോ എന്ന് പറയുന്ന ഒരവസ്ഥ. അതൊരു ഒരു 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 ഇൻസെക്യൂരിറ്റിയാണ്, ഒരു അസ്വസ്ഥതയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭയമാണ്. ആ ഭയമുള്ളവർ സ്വന്തത്തെക്കുറിച്ച് വല്ലാണ്ട് സംസാരത്തിൽ അവരുടെ വാക്കുകളിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, ഞാൻ ഡിഫറെൻ്റ് ആണ്, ഞാൻ എപ്പോഴും ഈ നിങ്ങളെല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കുക, പക്ഷെ അത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ട്. അതെന്തിനാ നിങ്ങളിങ്ങനെ നിങ്ങളെ ഇങ്ങനെ നീ വൈ നമ്മളെപ്പോഴും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഞാൻ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നു? കാരണം വേറെ ഒരാളും എന്നെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല. നമ്മളെന്തിനാ സ്വയം വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? ഈ ഞാൻ കുറയ്ക്കണം. ലൈഫിൽ എപ്പോഴും വിജയിക്കാൻ വേണ്ടത് ഈ ഞാൻ വല്ലാണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്രശ്നമുള്ള ആൾക്കാർ തന്നെയാണ് മറ്റുള്ളവരും. അവർക്കും ഈ ഞാനാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവർ പിന്നെയും അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളെന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, എനിക്കത് ചെയ്യണം, ഞാൻ അങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ മൂല്യങ്ങൾ ഇതാണ്, ഞാൻ ഇതാണ്, ഞാൻ അതാണ് എന്ന് പറയുന്നതിന് പകരം നമ്മളിതാണ്, നമുക്കെന്ത് ചെയ്യാം, നമുക്കിത് ചെയ്യാം, നമുക്കത് ചെയ്യാം, നമ്മളെല്ലാവരും കൂടി അത് ചെയ്യും, നമ്മൾ അങ്ങനെ ഒരുമിച്ച് വിജയിക്കും, വളരും. ഞാനിന് പകരം നമ്മളെ ഉപയോഗിക്കുക, ഞാനിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ള കഴിവിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുക. ഓക്കെ. അപ്പോൾ പലപ്പോഴും അതെന്താണ് വെച്ചാൽ ഇല്ലാത്ത ഒരു ഫാൾസ് ഐഡന്റിറ്റിയാണ്, എന്തോ സംഭവമാണ് എന്ന് നമ്മൾ പറയുന്നൊരു സംഗതി. അത് നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യും? ചില ആൾക്കാർ പറയാണ് ഐ വിൽ പ്രൂവ് ദം റോങ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അംഗീകാരം, ഈ ഈഗോ ഉള്ള ആൾക്കാരാണ് മറ്റുള്ളവരുടെ അംഗീകാരം. ചില ആൾക്കാർ പറയാറില്ലേ, എന്നെ പരിഹസിച്ച ഒരുപാട് പേരുണ്ട്, അവരെ ഞാൻ എന്ത് ചെയ്യും, അവരുടെ മുൻപിൽ വന്ന് നിന്നിട്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കും. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? സത്യസന്ധമായിട്ട് പറയണം. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇനി പറയാൻ മടിയാ ചില ആൾക്കാർക്ക്. അപ്പൊ സത്യസന്ധമായിട്ട് പറയണമെന്ത്, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്നുള്ള തിങ്കിങ്, ആ തിങ്കിങ് നമുക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. മറ്റുള്ളവരുടെ അപ്രൂവൽ, അഭിപ്രായം, മറ്റുള്ളവരുടെ സ്നേഹം, മറ്റുള്ളവരുടെ പരിഗണന, മറ്റുള്ളവരുടെ കയ്യടി മനുഷ്യന് കിട്ടും. സോഷ്യൽ വാലിഡേഷൻ. അപ്പൊ എന്താണ്, ഉള്ളിൽ വേദനിച്ചിട്ടുള്ള ഒരാളാണ്, ഉള്ളിൽ ശക്തനല്ല, ഒരാളുടെ ചെറിയ കമന്റ് പോലും ഇദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഓക്കെ.
മനസ്സിലാവുണ്ടോ? അപ്പോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇവരെ കൂടുതൽ വെറുക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഇവരെ കൂടുതൽ അംഗീകരിക്കാത്തവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഇവരെ കൂടുതൽ വിമർശിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി, അവരുടെ അംഗീകാരം, അതായത് ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള അവരെ അംഗീകരിക്കണം, ഞാൻ കഴിവുള്ളവനാണെന്ന് അവരെ അംഗീകരിക്കണം. ഇതിലും വലിയൊരു മൂഢത്വം, വിഡ്ഢിത്തം വേറെ ഉണ്ടോ? ഇതിലും വലിയൊരു എന്താ പറയാ പരാജയം വേറെ എന്തുണ്ടോ? നിങ്ങളെ വിമർശിച്ച, നിങ്ങളെ അംഗീകരിക്കാത്ത, നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളെ ബഹുമാനിക്കാനുള്ള അറിവില്ലാത്ത ഒരാളുടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിലൂടെ വിജയിച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാനിതാടാ, ഞാൻ വിജയിച്ചിരിക്കുന്നു, നീ എന്നെ വിമർശിച്ചതല്ലേ, അംഗീകരിക്കടാ, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണമെടാ, പ്ലീസ് പ്ലീസ് എനിക്കത് തായോ എന്ന് പറഞ്ഞിട്ട് പറയാതെ പറയുന്ന ഒരവസ്ഥയാണ്. പ്ലീസ് എന്നെ ഒന്ന് അംഗീകരിക്കൂ, നിങ്ങളുടെ അംഗീകാരം എനിക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ എന്നെ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത്രയും ഞാൻ അസ്വസ്ഥനാണ് എന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ട പ്രോബ്ലം നമുക്കാണ്. ആരെന്ത് പറഞ്ഞോട്ടെ, അത് അവരുടെ പ്രോബ്ലം, ശരിയാണ്. പക്ഷെ അവരെ ബോധ്യപ്പെടുത്താൻ, നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, നമ്മളെ ഇഷ്ടമില്ലാത്ത, നമ്മളെ കഴിവുകൾ അംഗീകരിക്കാത്ത ഒരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അയാളെ തൃപ്തിപ്പെടുത്താണോ വേണ്ടത്? നമ്മളെ സ്നേഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നത് ഓക്കെ. ഇനിയിപ്പോൾ വേറൊരാരെയും തൃപ്തിപ്പെടുത്തണ്ട. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഇവർക്ക് പ്രൗഡ് ഫീൽ ചെയ്യിക്കാൻ അവർക്ക് ആർക്കും വേണ്ടിയിട്ട് ചെയ്യരുത്, ഒരാൾക്കും വേണ്ടിയിട്ട് ചെയ്യരുത്. സ്വന്തത്തിന് പോലും പ്രൗഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളെ പോലും പ്രൗഡ് ഫീൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതെന്താ സംഭവം? അതായത് നിങ്ങൾക്ക് നിങ്ങളോട് പോലും എപ്പോഴാണ് ഈ പ്രൗഡ് ഫീൽ ചെയ്യിപ്പിക്കേണ്ട നീഡ് ഉണ്ടാവുന്നത്? ആർക്കാണോ പ്രൗഡ് ഫീൽ ചെയ്യേണ്ടത്, സ്വന്തത്തിനാണെങ്കിൽ പോലും, ഈ സ്വന്തത്തിന് പോലും നമ്മളെക്കുറിച്ചുള്ള ഇമേജ് പോരാ എന്നുള്ള ഇമേജ് ഉള്ളത് കൊണ്ട്, ആ പോരാ എന്നുള്ള ഇമേജ് അങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി. പിന്നെ അവിടെ എന്തില്ല, നീഡ് ഓഫ് അപ്രീസിയേഷൻ ഇല്ല, നീഡ് ഓഫ് വാലിഡേഷൻ ഇല്ല, നീഡ് ഓഫ് പ്രൗഡ് മൊമെന്റ് ഇല്ല. അത് വേണ്ട. ആക്ച്വലി വൈ യു ഷുഡ് ഡു സംതിങ്, എന്തുകൊണ്ട് അത് ചെയ്യണം? ബിക്കോസ് ദാറ്റ് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു. അതാണ് ശരിയായ കാര്യം, അത് ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ദിസ് ഈസ് ഹൗ യു കോൺട്രിബ്യൂട്ട്, ദിസ് ഈസ് ഹൗ യു ബിക്കം ലൈക്ക് you just do. That's your purpose, that's who you are. You cannot run away from that. You just do it because that's your value. That is the right thing to do. Not for an appreciation. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, they are not doing it for like they are doing it for like for ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതാണ് അടുത്തത്. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. വൈ? ബിക്കോസ് ചില കാര്യങ്ങൾ ലഭിക്കാൻ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ആൻഡ് ദാറ്റ്സ് എ റിയാലിറ്റി. ആ കാര്യങ്ങൾ ചെയ്യും. പണം ലഭിക്കാൻ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇറ്റ്സ് എ റിയാലിറ്റി. സോ ജസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ. മറ്റുള്ളവരെ സഹായിക്കുന്നു എന്തിനും? ബിക്കോസ് ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഹെൽപ്പ് ദം. ഓക്കെ. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അതവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഈ സൊസൈറ്റി പ്രോഗ്രാംഡ് ആണ്. എന്ത്? സൊസൈറ്റിക്ക് ഒരു അവസ്ഥയുണ്ട്, വളരെ ചീഞ്ഞളിഞ്ഞ് വൃത്തികെട്ടൊരു അവസ്ഥയുണ്ട്, വൃത്തികെട്ടൊരു മുഖമുണ്ട്. വൃത്തികെട്ടൊരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദാരുണമായ, അങ്ങനെ മോശമെന്ന് പറയാൻ പറ്റില്ല, വളരെ ദാരുണ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്താ വെച്ചാൽ, സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാർ അപ്രീസിയേഷൻ കിട്ടുന്നതിനനുസരിച്ചാണ് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ വളർച്ചയുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യടി കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ് വളരും. ഒരുപാട് ആൾക്കാരുടെ ബ്രാൻഡ് ബിസിനസ് വളരും. ഒരുപാട് ആൾക്കാർ നല്ലത് പറയണം. സോ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് കുറേ ആൾക്കാർ ചെയ്യും. ദേ ആർ വെരി ഗുഡ് ഗെയിമേഴ്സ്. അവർ ഭയങ്കര ബുദ്ധിയുള്ള ഭയങ്കര ഗെയിമേഴ്സാണ്.
അവർ ചെയ്യുന്നത് ഒരിക്കലും എന്തിനല്ല, വേറൊരാളുടെ അപ്രീസിയേഷൻ കിട്ടാനല്ല. അവർ ചെയ്യുന്നത് വേറൊരു ആൾക്കാരുടെ കയ്യിലുള്ള ക്യാഷ് അവരുടെ പോക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ചെയ്യണത്. മനസ്സിലാകുന്നുണ്ട്? സോ മനുഷ്യനൊക്കെ നമ്മളെപ്പോഴും ഓക്കെ, നന്നാവുള്ളൂ. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? വളരെ കറക്റ്റായിട്ട്, മനസ്സിലാവണ്ട, നമ്മളുടെ ഉള്ളിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ശരിയായ കാര്യങ്ങൾ എന്താണ് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ബുദ്ധിക്കും കളിക്കുക. അതാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ പുറത്ത് കാണിക്കേണ്ടി വരും. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദർ ഇസ് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. പക്ഷെ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഇല്ല. ഓക്കെ, അപ്പം ലൈഫ് സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഈ പറഞ്ഞ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തെറ്റൊന്നുമില്ല. യു കൻ ആൾസോ ലിവ് ലൈക്ക് ദാറ്റ്. പക്ഷെ എന്താണ് പ്രോബ്ലം? അതിലൊരു വിഡിത്തമുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു നീഡ് ഓഫ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹീൽ ചെയ്യപ്പെടാത്ത ഒരുപാട് ട്രോമയുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുക. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹീൽ ചെയ്യണം. ഹീൽ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മളുടെ ബേസിക് പ്രോഗ്രാം ആയിട്ടുള്ള EFT ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാം. പിന്നെ നിങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ജീവിക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ തൃപ്തി, നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ആ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു 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 നിങ്ങളെന്ന് പറയുന്ന സോളിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. സോ ആ ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? വളരാൻ കഴിയണം. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും പറ്റും. സോ ഈഗോ ഉണ്ടായുള്ള പ്രശ്നം എന്താ? വാട്ട് മേക്സ് ഈഗോ മേക്സ് യു ലൈഫ് ഡിഫെൻസീവ്. നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും? ഡിഫെൻസീവ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, മനസ്സിലാകുന്നില്ല? ഈഗോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താ വെച്ചാൽ ലൈഫ് ഭയങ്കര ഡിഫെൻസീവ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് യു സ്റ്റോപ്പ് ലിസണിങ് ആൻഡ് സ്റ്റാർട്ട് റിയാക്ടിങ്. ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ഫ്രം ഫീഡ്ബാക്ക് യു ജസ്റ്റിഫൈ മിസ്റ്റേക്സ് ഓർ ബ്ലെയിം അതേഴ്സ്. അതായത് നിങ്ങൾ ഈഗോ ഉള്ള ആൾക്കാർ എന്ത് സംഭവിക്കും? അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് എക്സ്പീരിയൻസിനായി ലേൺ ചെയ്യില്ല. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക, ഡിഫെൻസീവ് ആയി പോവുക, പെട്ടെന്ന് ഇൻസെക്യൂർ ആവുക. ഒരു ചെറിയൊരു ആരെങ്കിലും ഒരാൾ നിങ്ങളെ തിരുത്താൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ഈഗോ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈഗോ ഉണ്ട്. അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണോ? യെസ് ഓർ നോ? ഈഗോ ഉണ്ടോ ഇല്ലയോ? ഒന്ന് പറയാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? സർ, ഈഗോ തന്നെ 2 ടൈപ്സ് ഇല്ലേ? അപ്പൊ അതില് ഒന്ന് പറയാമോ സൈക്കോളജി? എന്താണ് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ടേം തന്നെ 2 ടൈപ്സ് ആയിട്ടില്ലേ കേട്ടില്ല. സൈക്കോളജിയിൽ? അതിൽ ഈഗോന്റെ കറക്റ്റ് മീനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഈഗോയിൽ കറക്റ്റ് മീനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്നാണ് ഉദ്ദേശിച്ചത്? അതെ. എന്താ നിങ്ങൾ എന്താ പറഞ്ഞത്? ഹൈസൈറ്റ് അല്ലേന്നോ? സൈക്കോളജി ഇല്ലേ? സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജി. അതില് ഈഗോന്റെ മീനിങ് എന്താണ് ജസ്റ്റ്? അല്ല, അതിനു മുൻപ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു? നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ ഉണ്ട്, അതെന്താ പറഞ്ഞിരുന്നത്? സൈക്കോളജി. സൈക്കോളജിയിൽ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്? സാറ് പറഞ്ഞില്ല എല്ലാവരുടെ ഉള്ളിലും ഈഗോ ഉണ്ടോന്ന്. അപ്പം അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യോ? ഈഗോക്ക് സിനോണിം ഉണ്ടോ? ഈഗോ എന്ന് പറഞ്ഞാൽ സിംപ്ലി ജലസ് അല്ലെ? ജലസ് നമുക്ക് അങ്ങനെ ജലസ് എന്ന് പറയാനില്ല. ഇറ്റ്സ് ഒരു ഇൻസെക്യൂരിറ്റി. ജലസിയൊക്കെ അതിന്റെ മറ്റു ഗുണവിശേഷണങ്ങളാണ്. എന്താണ് അസൂയ? അസൂയ എന്ന് പറയുന്നത് നമുക്കൊരു സംഗതി ഇതേപോലെ തന്നെ വേറൊരാൾക്ക് നല്ല നേട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, വേറൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്ന ഒരു ജലസ്, അതൊക്കെ മനുഷ്യ സഹജമാണ്. അങ്ങനത്തെ ഫീലിങ്സ് വരുന്നത് നോർമലാണ്. പക്ഷെ അത് നമ്മളെ ലൈഫിനെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ഞാനൊരു പ്രസൻറ്റേഷൻ കാണിക്കാം. ജസ്റ്റ് ഐ വിൽ ഷോ യു എ പ്രസൻറ്റേഷൻ, ഏതെല്ലാം രീതിയിൽ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നല്ലോ. സോ പ്ലീസ് ക്രിയേറ്റ്. ഓക്കെ, 1 മിനിറ്റ്. ഞാൻ ChatGPT ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ. ഓക്കെ ഓക്കെ ഐ വിൽ ഷോ യു. ഞാൻ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് I will create a presentation right now and I will show you.
Okay. Can you see the presentation? Or just ഒന്ന് comment ചെയ്യാവോ? Just comment down. ഓക്കെ, ഈഗോ നമ്മൾ കൊണ്ടു നടന്നാലുള്ള എന്താ പറയുക പ്രശ്നങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈഗോ നമ്മൾ കൊണ്ടു നടന്നു. വാട്ട് ഈസ് ഈഗോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ഇപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോ, ഓക്കെ, ഓക്കെ, എന്താണ് ഈഗോ? ഓക്കെ, കാണുന്നില്ല അല്ലെ? പെട്ടെന്ന് ഞാൻ ചെയ്തത് ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? Yes. Now can you see? Yeah. എന്താണ് ഈഗോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈഗോ ഇസ് ഫാൾസ് ഐഡന്റിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഈ കൺസ്ട്രക്ട് ഷീൽഡ് നമുക്ക് വേണറബിലിറ്റി, നമ്മളുടെ പോരായ്മകൾ ഇല്ല, കുറവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് നമ്മൾ വീക്ക് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്. അതിനെ നമ്മൾ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പോരായ്മകളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാൾസ് ഐഡന്റിറ്റിയാണ് ഈഗോ. ഇപ്പം നേരത്തെ ആൾ ചോദിച്ചു, ഒരു ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ, ഈഗോ ഇസ് ദ ഫാൾസ് ഐഡന്റിറ്റി വി കൺസ്ട്രക്ട് ആൻഡ് ഇറ്റ് ഈസ് എ വോയിസ് ഇൻസൈഡ് ദാറ്റ് ഇൻസിസ്റ്റ്. നമ്മളോട് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഐ ആം റൈറ്റ്, ഐ നോ ബെറ്റർ, ഐ ഡോണ്ട് നീഡ് ഹെൽപ്പ്. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്, ഞാനാണ് ബെറ്റർ, ഐ ഡോണ്ട് നീഡ് ഹെൽപ്പ്, എനിക്ക് ഹെൽപ്പ് ആവശ്യമില്ല. ഈ ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ ഈഗോ ഉള്ള അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയുടെ പ്രശ്നം എന്താ? വേറൊരാളുടെ ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറല്ല, വേറൊരാളുടെ ഹെൽപ്പ് ചോദിക്കാനുള്ള മനസ്സില്ല, വേറൊരാളുടെ മുൻപിൽ അടിയറവ് വയ്ക്കാൻ മടിയാണ്, വേറൊരാളുടെ മുൻപിൽ പരാജയപ്പെടാൻ ഭയമാണ്, വേറൊരാളുടെ മുൻപിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാളുടെ മുൻപിൽ അത് ഞാൻ ഒരു കഴിവ് കെട്ടവനായിട്ട് അവൻ എന്നെ ചിന്തിക്കുമെന്ന പേടിയാണ്. ഈ ഒരു അവസ്ഥയാണ് എന്ത് വെച്ചാൽ ഫാൾസ്. ആ ഒരു അവസ്ഥയുണ്ട്, ദാറ്റ് ഈസ് ഈഗോ. ആൻഡ് ബട്ട് ഹിയർ ഇസ് എ ക്രിട്ടിക്കൽ ഡിസ്റ്റിങ്ഷൻ. ഈഗോ ഇസ് ഇൻ കോൺഫിഡൻസ്. ഈഗോ എന്താണ്? കോൺഫിഡൻ്റൽ ആയിട്ടുള്ള ഒരാളുടെ ഒരവസ്ഥയല്ല ഈഗോ. ഈഗോ എന്ന് പറയുന്ന ഒരു അറഗൻസ് ആണ്. ഈ ട്രൂ കോൺഫിഡൻസ് ഗ്രൗണ്ടഡ് ഇൻ സെൽഫ് അവയർനെസ് ആൻഡ് ഒത്തൻറ്റിസിറ്റി. നമ്മുടെ എല്ലാ പോരായ്മകളെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാനിതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ റിയൽ ആയിട്ട് നിൽക്കുക. എനിക്ക് എല്ലാ പോരായ്മകളും ഉണ്ട്, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല, എനിക്ക് എന്നെക്കുറിച്ച് ഫുള്ളായിട്ട് അറിയില്ല, എന്നാൽ എനിക്ക് എന്നെക്കുറിച്ച് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല എന്ന് ആരോടും പറയാതെ തന്നെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ധൈര്യം കൊണ്ട് നടക്കുന്ന, ഒരാളെയും ബോധ്യപ്പെടുത്താതെ ഉള്ളിൽ ധൈര്യവാനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് കോൺഫിഡൻസ്. എന്നാൽ ഈഗോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് പേടിയാണ്. മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഫിയർ ഓഫ് ബീങ് പ്രൂവൺ റോങ്. ഞാൻ തെറ്റായിട്ട് എന്നെ ചിത്രീകരിക്കപ്പെടുമോ? ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് ഇനാഡിക്വസി, ഞാൻ പോരാ എന്നുള്ള സംഗതി. ഇങ്ങനെയുള്ള കുറേ സംഗതികളിൽ നിന്നുണ്ടാകുന്നതാണ് ഈഗോ. സോ ഈഗോ ത്രൈവ്സ് ഓൺ കമ്പാരിസൺ. മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫീഡ്സ് ഓൺ, ഈഗോ വളരുന്നത് എങ്ങനെയാണ്, മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടാണ്. ഫീഡ്സ് ഓൺ ജഡ്ജ്മെന്റ്. സ്വയം ജഡ്ജ് ചെയ്യും, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യും. അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടാണ് എന്താ വെച്ചാൽ അത് വളരുന്നത് തന്നെ. ആൻഡ് ഡെസ്പറേറ്റ്ലി സീക്സ് എക്സ്റ്റേണൽ വാലിഡേഷൻ. അങ്ങനെയുള്ള സംഗതിയുടെ പ്രത്യേകത എന്താ? എക്സ്റ്റേണൽ വാലിഡേഷൻ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഫ്രാജൈൽ സെൻസ് ഓഫ് സെൽഫ് വർത്ത്. വളരെ വീക്കായിട്ടുള്ള അതിൻ്റെ ഒരു സെൽഫ് വർത്ത് എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിൽ നിന്ന് എനിക്ക് വളരെ വീക്കാണ്, ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. എന്നിട്ട് ആ തകർന്നു പോകുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതായത് ഒന്നുമില്ലാത്ത
ഇല്ലാത്തൊരു ദുരഭിമാനം, ഇല്ലാത്തൊരു അഭിമാനം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇല്ലാത്തൊരു ഇമേജ്, നമുക്കൊന്നും അവകാശപ്പെടാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ വളരെ വീക്കാണ്, ഭയപ്പെട്ടാ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും വേദനിക്കും, അപ്പോഴേക്കും പൊട്ടിത്തെറിക്കും, അപ്പോഴേക്കും സങ്കടപ്പെടും, അപ്പോഴേക്കും വേദന വന്നിട്ട് അവരുടെ ദേഷ്യം, അവരുടെ വെറുപ്പ് അവരിൽ നിന്ന് അകന്നു പോകും. ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞ്, അപ്പോൾ അത്രക്കും വളരെ വീക്കായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഞാൻ എന്തോ ആണ് എന്ന ഒരു വിചാരം. വളരെ വീക്കാണ്, വളരെ തിന്നാണ്, ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് വീഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിച്ചിട്ടുള്ള ചില ആൾക്കാർ, ഞാനെന്തോ സംഭവമാണ്, ആരും എന്ത് പറഞ്ഞോട്ടെ എന്നൊക്കെ പറയും. എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം ആ പറയുന്ന അവസ്ഥയാണ് എന്ത്, ആരെന്തോ എന്നെ പറഞ്ഞോട്ടെ എന്ന് പറയുന്ന അപ്പം തന്നെ പൊട്ടിത്തെറിച്ചു. ആരെന്നെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. ഓക്കെ, ആരെന്നെ കുറിച്ച്. അപ്പം അത് പക്ഷെ അത് പുറത്ത് പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുക. ആരെന്നെ എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ? വേറെ ആളോട് പറയണ്ട. വേറെ ആളോട് പറയുന്നുണ്ടെങ്കിൽ അത് ഈഗോ ആണ്. പറയാതിരിക്കാൻ കഴിയില്ല ഈഗോ ഉള്ള ആൾക്കാർക്ക്. അവർ ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറയും. ഓക്കെ, ഞാൻ ആരാണെന്ന് നീ അറിയും. ഡയലോഗ് അടിച്ചിട്ട് കുരക്കും പട്ടിക്ക് അടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? അതാണ് ഈഗോ. കുരക്കും, ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കും, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അവരൊന്നും ചെയ്യൂല. അവരാരെന്ന് വെച്ചാൽ അവർ അത്രയാണെന്നുള്ളത് അവർക്ക് അറിയാം. അവർ ശക്തരല്ല, ഉള്ളുകൊണ്ട് ഭയങ്കര വീക്കാണ്. പറഞ്ഞു സംസാരിച്ചു ഭയങ്കര സംഭവമാണെന്നുള്ളത് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് വെച്ചാൽ, സോ ദ ഈഗോ ഐ വോണ്ട് കമ്പാരിസനെ പറഞ്ഞില്ല. സോ ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ദാറ്റ് ഐറോണിക്കലി ബിക്കംസ് അവർ ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ്. അത് തന്നെ നമ്മളുടെ എന്തായി മാറും, വലിയൊരു തടസ്സമായി മാറും, വളർച്ചയ്ക്ക് ഉള്ള ഒരു വലിയൊരു തടസ്സമായിട്ട് മാറും. ആ തടസ്സം നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെയാണ് തടസ്സമായിട്ട് മാറുന്നത് അത് നോക്കാം നമുക്ക്. ഇതെല്ലാം രീതിയിലാണ്. ദ നേച്ചർ ഓഫ് ഈഗോ. ഈഗോയുടെ ഒരു നേച്ചർ എന്താണ്? ക്രേവ്സ് കൺട്രോൾ. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ ഈ ഒരു ഈഗോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺട്രോൾ ചെയ്യാറുണ്ടോ? ദ ഈഗോ കോൺസ്റ്റന്റ്ലി സീക്സ് ടു ഡോമിനേറ്റ് സിറ്റുവേഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി ഓവർ അതേഴ്സ്, ക്രിയേറ്റിംഗ് റിജിഡ് ബൗണ്ടറീസ് ദാറ്റ് പ്രിവെന്റ് അത്തന്റിക് കണക്ഷൻ. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് പറയുമ്പോഴും ഭയങ്കര ഈഗോ ഉള്ള ഒരാൾ എന്ന് പറയുന്നത് വെച്ചാൽ അയാൾ എന്ത് ചെയ്യും, എപ്പോഴും അവിടെ ഒരു ഡോമിനൻസ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടുവരും. എല്ലാവരെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാവരും ഇപ്പോൾ ആരെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഉടനെ അവിടെ എന്ത് ചെയ്യും, പിന്നെയും അതിൻ്റെ മുകളിൽ ഒരു പോയിന്റ് പറയും. ഓക്കെ, ഒരു അപ്രീസിയേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരാളെ അഭിനന്ദിക്കാന്ന് കൂട്ടിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സാധനം കൂടെ വെച്ചു കൊടുക്കും. ഇത് ബാക്ക് സ്റ്റാബ് കോംപ്ലിമെന്റ് എന്ന് പറയും. ഓക്കെ, സോ ബാക്ക് സ്റ്റാബിങ് ജസ്റ്റ് എന്താ വെച്ചാൽ ബാക്ക് സ്റ്റാബിങ് തന്നെയാണോ? ഐ തിങ്ക് സോ. ഓക്കെ, ഒരു നല്ല കാര്യം അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സാധനം കൂടെ പറഞ്ഞിട്ട്, ഒരു പോരായ്മ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതും കൂടെ പറയും. അതെ, നിന്റെ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ആ ഒരു സംഗതി ഉണ്ടല്ലോ അതൊന്നും നീ ശ്രദ്ധിക്കണം എന്നൊരു അഭിപ്രായം പറയും. മനസ്സിലാകുന്നില്ല? കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര നന്മ മരമാണ്, നല്ല ഉഷാറാണ്, പക്ഷെ അതൊരു വളരെ മോശം സ്വഭാവമാണ്. നല്ല കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സാധനം കൂടെ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുക, വിഷമിപ്പിക്കുക. വളരെ മോശം സ്വഭാവമാണ്. അപ്പോൾ അതൊരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്നാണ് പറയാം. ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്. ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോംപ്ലിമെന്റ്, ഇത് ഈഗോ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ദേ വാണ്ട് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. ദേ ഓൾവേസ് വാണ്ട് ടു ബി ഇൻ ദ ടോപ്പ്. സംസാരിക്കുമ്പോഴേക്കും ആരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലൊരു ഡയലോഗ് അവർക്ക് പറയണം. ദാറ്റ് ഈസ് എ ഈഗോ. അത് ഒരു എന്താ പറയുക, ദേ വാണ്ട് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. അവർ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വേറെ ആൾ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സംസാരിച്ചാൽ അതിന് മുകളിൽ ഒച്ചത്തിൽ സംസാരിക്കരുത്. യു ഗോട്ട് ഇറ്റ്? പ്രകോപിതനാകും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രകോപിതനാവണമെന്നില്ല. അവർ ചില ആൾക്കാർ വളരെ പ്രകോപിതരാവാതെ തന്നെ ഇവരുടെ ഇൻസെക്യൂരിറ്റി പുറത്തു വരും. ഇവിടെ സംസാരത്തിൽ എന്താ വെച്ചാൽ ദേ വാണ്ട് ടു ഓൾവേസ് ഡോമിനേറ്റ്. അവർ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാനവിടെ പറയണ്ട, ആൾ പറയട്ടെ, ആൾ ക്രെഡിറ്റ് എടുക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള അവസരം അവർ കൊടുക്കില്ല. ഓക്കെ, so they want to always control, and those are the people like very egoistic. They are not powerful, they are egoistic. ഇവരെന്ത് ചെയ്യുവെച്ചാൽ കുറച്ചൊക്കെ വളരും. ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുവെച്ചാൽ മറ്റുള്ളവരുടെ ചവിട്ടി നിരങ്ങിക്കൊണ്ട് കുറച്ച് മുകളിലേക്ക് വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും.
ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, തമാശകൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആരെങ്കിലും തമാശ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അസ്വസ്ഥനാവില്ല. അവരെന്നെ പറ്റി എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, ഇവർക്കത് അറിയണം. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക മൈൻഡ് സെറ്റാണ്. സോ ദാറ്റ് ഇസ് ലൈക്ക് ഈഗോയിസ്റ്റിക് ഇൻസെക്യൂരിറ്റി. ബിക്കോസ് അത് ലൈഫിൽ ഉണ്ടായിട്ടുള്ള, ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒന്നുകിൽ ഞാൻ എന്തോ സ്പെഷ്യൽ ആണെന്നുള്ള ഇമേജ് വീട്ടിൽ നിന്ന് വല്ലാണ്ട് കിട്ടുകയും എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ അത് കിട്ടാതാവുകയും ചെയ്തു. റിയൽ ലൈഫിൽ ഒരാളും നിങ്ങൾ എന്ത് ചെയ്യുക, ദേ ഡോണ്ട് ടേക്ക് യു സീരിയസ്ലി, യു ആർ നത്തിങ് ടു ദം. റിയൽ ലൈഫ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വലിയ സംഭവമായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, വീട്ടിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വാലിഡേഷൻ കിട്ടിയിട്ടുണ്ടാവും. റിയൽ ലൈഫിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോൾ അത് ആരും തരുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ ഭർത്താവ് തരുന്നുണ്ടാവില്ല, നിങ്ങളുടെ ഭാര്യ തരുന്നുണ്ടാവില്ല, നിങ്ങളുടെ മക്കൾ തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് തരുന്നുണ്ടാവില്ല, നിങ്ങളുടെ കൂടെ പഠിച്ചവർ തരുന്നുണ്ടാവില്ല. അത് തരേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ ഒരു വളരെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. എല്ലാവർക്കും തന്നെയാണ് ആവശ്യം, ആരും തരൂല. ഐ ഡോണ്ട് കെയർ. എല്ലാവരും ഇതേപോലെ സെൽഫിയുടെ സംഗതികളുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. സോ അവർക്ക് എല്ലാവർക്കും ഇത് വേണം. പിന്നെ എങ്ങനെ അവർ നിങ്ങൾക്ക് തരുന്നു? ദേ വിൽ നോട്ട് ഗിവ് യു, ആൻഡ് ദ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവർ തരാത്തതിന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയിട്ട് റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ ഓക്കെ ഇതൊക്കെ എനിക്ക് അതുപോലെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുണ്ടാകാം. അതല്ലെങ്കിൽ ചെറുപ്പത്തിൽ സ്നേഹം പറയുന്നത് തീരെ കിട്ടിയിട്ടില്ല, ഓവറായിട്ട് കിട്ടി, എന്നിട്ടൊരു ഫാൾസ് അതേ അവസ്ഥ പിന്നീട് ലൈഫിൽ കിട്ടാതെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം. അതാണ് ചില ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റി വരിക. ചില ആൾക്കാർക്ക് തീരെ കിട്ടിയില്ല, ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല, അത് തീരെ കിട്ടാതാകുമ്പോൾ അവർക്ക് അതിൻ്റെ സങ്കടമാണ്. അപ്പോൾ പിന്നെ പുറത്ത് വരുമ്പോഴും അവരെപ്പോഴും അതിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താ വെച്ചാൽ, ലൈഫിന് എന്താ വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് അക്സെപ്റ്റൻസിൽ വരണം. ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അക്സെപ്റ്റൻസ്, ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഡസൻറ്റ് ഡിഫൈൻ മൈ ഐഡൻറ്റിറ്റി എന്ന് നമ്മളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ നമ്മൾ ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ നമുക്ക് അങ്ങനെ ഒരു ഇമേജിൻ്റെ ആവശ്യമില്ല. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യണം, ദാറ്റ്സ് ഓൾ. അപ്രീസിയേഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ജോലി ചെയ്താൽ എൻ്റെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനുണ്ടാവും, എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവും, എനിക്ക് താമസിക്കാൻ നല്ലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കണം, അല്ലേ? ശരിയല്ലേ? ഞാൻ അധ്വാനിക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് പലതും കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം, അധ്വാനിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിൽ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ വളരെ ശരിയായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് കണ്ടിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. സോ ദേ ക്രേവ്സ് കൺട്രോൾ. ഓക്കെ, ഈഗോയിസ്റ്റിക് പീപ്പിളിന് എന്താണ്? ദേ ക്രേവ്സ് കൺട്രോൾ ആൻഡ് റിയാക്ട്സ് ഇൻസ്റ്റന്റ്ലി. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? It makes you react impulsively instead of reflect thoughtfully, hijacking rational decision making with emotional defensiveness. നമ്മൾ ചാടി കയറിയിട്ട് എന്ത് ചെയ്യരുത്? തീരുമാനങ്ങൾ എടുക്കരുത്. പെട്ടെന്ന് ചാടി കയറിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഡയലോഗുകൾ നമ്മൾ പറയുക, നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത സംഗതിയാണ്, റാഷണലി അല്ലാതെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ്? ഓക്കെ, ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക. അടുത്തത് എന്താ? ഹൈഡ്സ് ബിഹൈൻഡ് മാസ്ക്. മാസ്കിന് പുറകിൽ നിന്ന് എന്താ വെച്ചാൽ ഒളിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രൈഡ്, പെർഫെക്ഷനിസം, ഡിഫെൻസീവ്നെസ് ബിക്കംസ് ആർമർ that keeps others at a distance while preventing personal growth. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ സ്വന്തം ജീവിതത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, അധികം ആൾക്കാരെയും എന്ത് ചെയ്യില്ല, കടത്തി വരില്ല. അല്ലെങ്കിൽ അവർ അഹങ്കാരം കൊണ്ട് നടക്കും, പ്രൈഡ്, വല്ലാണ്ട് പ്രൈഡ്, ഞാൻ എന്തോ സംഭവമാണ്, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അതാണ് എന്ന് ഭയങ്കര ആത്മാഭിമാനത്തിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഇറ്റ് ബിക്കംസ് ദെൻ എന്താ പറയുക, അതൊരു അഹങ്കാരമായിട്ട് മാറും, അറഗൻസ് ആയിട്ട് മാറും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പെർഫെക്ഷനിസം, ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്കെല്ലാം പെർഫെക്റ്റ് ആവണം എന്ന ഇമേജ് കൊണ്ടുവരും. എന്താണ് പെർഫെക്ഷനിസം? എനിക്കെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതി. ആ ചിന്താഗതി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ലൈഫ് തന്നെ, അയാളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് തന്നെ ബുദ്ധിമുട്ടാകും. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം പെർഫെക്റ്റ് ആകണം, എല്ലാം അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെയാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഹലോ സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളല്ലേ ലേറ്റർ ഓൺ OCD പോലത്തെ ഡിസീസിലേക്കൊക്കെ എത്തുന്നത്? അത് പിന്നീട് എക്സ്ട്രീം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ OCD ആവും. കാരണം ചെറുപ്പത്തിലെ ഇവർക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റപ്പെടുത്തലുകൾ എന്ത് ചെയ്യും, ഇവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവര് കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന്
ഇവർക്ക് എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. അതിന് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യണം. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ്. നല്ല വസ്ത്രം. ആ ചെറുപ്പത്തിൽ നല്ല വസ്ത്രം ധരിച്ചാലേ സ്നേഹമുള്ള കുട്ടികൾ നല്ല കുട്ടിയാവുന്നുള്ളൂ. നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് വളർത്തും. ആ കുട്ടിക്ക് എപ്പോഴും സ്നേഹം എങ്ങനെയാണ് കിട്ടേണ്ടത്? ആ കുട്ടിക്ക് സ്നേഹം കിട്ടേണ്ടത് നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല കുട്ടിയായിട്ട്. അപ്പൊ ഇവര് തന്നെയാണ് ഈ പെർഫെക്ഷനിസം ആൾസോ എ പീപ്പിൾ പ്ലീസിങ്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മളോട് വല്ലാണ്ട് നല്ല കുട്ടിയാവണം, നല്ല കാര്യങ്ങളിൽ. അപ്പൊ ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, സിസ്റ്റമായിട്ട് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് സ്നേഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത് ഇത് പിന്നെ ഇവരുടെ ഒരു പാറ്റേൺ ആയി മാറും. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ്, എനിക്കിതാണ് വേണ്ടത്, എല്ലാം പെർഫെക്റ്റ് ആണ്. ലൈഫിൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല. ഏത് കാര്യം പറഞ്ഞു നോക്കുക, അതിന്റെ മുകളിൽ വേറെ സാധനമുണ്ട്. അതിന്റെ മുകളിൽ ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും, ഇതിപ്പോ ഞാൻ എഴുതിയ ബുക്കാണ്. ഈ ബുക്ക് അന്ന് എഴുതുമ്പോൾ എൻ്റെ മൈൻഡിലെ ചിന്ത എന്താണ്? ഒരു അടിപൊളി ഒരു ബുക്കാണ്. എന്നിട്ട് ഈ ബുക്ക് കാണുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഇതിലേറെ ബെറ്റർ ആയിട്ട് എനിക്ക് എഴുതാമായിരുന്നു എന്ന ചിന്തയാണ്. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ, ഇത് ഇങ്ങനെയൊന്നുമല്ല, ഇതിലേറെ ബെറ്റർ ആയിട്ട് എനിക്ക് എഴുതാം എന്നെനിക്ക് തോന്നാം. നമുക്ക് എപ്പോഴും അല്ലേ, ഐഫോൺ എത്ര സീരീസ് ഇറങ്ങി? 17 തവണ ബെറ്റർ ആക്കി. ഇനിയും വീണ്ടും ബെറ്റർ ആക്കും ഓരോ വർഷം, അല്ലേ? ഓരോ മോഡൽ ഫോണുകളും എങ്ങനെയല്ലേ? പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. യു ക്രിയേറ്റ് സംതിങ് ആൻഡ് ദെൻ മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പോൾ ലൈഫും അങ്ങനെ തന്നെയാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ്. ഓക്കെ, ഇതിനൊരു പെർഫെക്ഷനിസം ഉണ്ട്, അതിങ്ങനെ ആവട്ടെ. മനസ്സിലാവുണ്ടോ? Yeah. Yes, I will buy the revised edition. Yeah, in the book. Okay, be better it is, sir. Okay, very good. So നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ ആ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ആവശ്യമില്ല. അത് എന്ത് ചെയ്യും? അത് നമുക്ക് എന്താ വെച്ചാൽ മാറും. നമുക്കത് നമ്മുടെ ബ്ലോക്കായിട്ട് മാറും അത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ. ആൻഡ് ഫീഡ്സ് ഓൺ അപ്രൂവൽ. അത് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് പോകണം. എക്സ്റ്റേണൽ വാലിഡേഷൻ ബിക്കംസ് ഓക്സിജൻ ഫോർ ദി ഈഗോ. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ ഡൗൺ ആകും. ക്രിയേറ്റിംഗ് ആൻ എക്സോസ്റ്റിംഗ് സൈക്കിൾ ഓഫ് സീക്കിംഗ് അറ്റൻഷൻ ആൻഡ് അഫർമേഷൻ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ അഫർമേഷൻ കിട്ടണം. ഞാൻ അടിപൊളിയാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ സംഭവമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ട് പണം മുടക്കിക്കൊണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അപ്പം നമ്മുടെ പൈസ ഒരുപാട് ചിലവായി പോകും. നമുക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടാൻ കഴിയില്ല. ജീവിതത്തിൽ പണം ഉണ്ടാവില്ല ഇയാളടുത്ത്. ഇയാൾക്ക് കാലാകാലം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. ഉണ്ടാക്കുന്ന പണമൊക്കെ ചിലവായി പോകും. ഉണ്ടാക്കുന്ന പണമൊന്നും കയ്യിൽ നിൽക്കില്ല. ചില ആൾക്കാർ പറയില്ല, കൈ ഓട്ടക്കൈയാണ് എന്താ കാരണം? ഇവരുടെ കയ്യിൽ പണം വന്നാൽ ഉടനെ അവരെന്ത് ചെയ്യും? ലൈഫിൽ അത് ചെയ്യാൻ തോന്നും, ഇത് ചെയ്യാൻ തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ഇവർക്കൊരു ഇമോഷണലി റാഷണലി ഒരു തീരുമാനം എടുക്കില്ല. ഇവർ വളരെ പ്യൂർലി ഇമോഷണൽ സ്പെൻഡേഴ്സാണ്, ലോജിക്കൽ സ്പെൻഡേഴ്സ് അല്ല. അവർക്കൊരു കറക്റ്റ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് സെറ്റ് ചെയ്തിട്ട് പോകാൻ കഴിയില്ല. They will not be able to follow a rules. They will be always like, jump up and down with their emotions. അവരുടെ തീരുമാനങ്ങളും അവരുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. നല്ല വിജയം, താഴേക്ക് പോകും, ഭയങ്കര പരാജയം, നല്ല വിജയം, പരാജയം. That becomes a diagram for them. അങ്ങനെ ആവാതെ ലൈഫിൽ എന്താ വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്, നമ്മുടെ ടാസ്ക്കാണ്. ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. അതിൽ കൂടുതൽ അവർക്ക് എല്ലാത്തിനും മോട്ടിവേഷൻ വേണം, അവർക്ക് എല്ലാത്തിനും ഇൻസ്പിറേഷൻ വേണം, അവർക്ക് എല്ലാത്തിനും. മനസ്സിലാവുന്നുണ്ടോ? അവർക്കറിയാം ഇത് ഞാൻ ചെയ്യേണ്ട പണിയാണ്. പണി എണീറ്റ് പോയി ചെയ്താൽ പോരെ? ചെയ്യാൻ കഴിയില്ല. അവർക്ക് എന്തെങ്കിലും എന്താ പറയുക, ഞാൻ എന്തോ സംതിങ് ഗുഡാണ് ചെയ്യുന്നത്, ഞാൻ എന്തോ സംതിങ് ബെറ്റർ ആണ് ചെയ്യുന്നത് എന്ന നീഡ്. ഇതധികം ചിന്തിക്കേണ്ട ഒരു സാധനമല്ല. നമ്മൾ എണീറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലേ? ശരിയല്ലേ? സോ പക്ഷേ ഇവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഒരു നീഡാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പം അപ്പൊ ഇവരുടെ മൂഡ്, ഇവരെല്ലാം ചെയ്യുന്ന ഇവരുടെ മൂഡിനെ ബേസ് ചെയ്തിട്ട്. എനിക്കൊരു മൂഡില്ല, എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല, മനസ്സിലാവുന്നുണ്ടോ?
ഇവരുടെ ലൈഫിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇവർ പെർഫെക്ഷനിസ്റ്റ്, ഇവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. എനിക്ക് നല്ല മൂഡ് വേണം. നല്ല മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല മൂഡ് ഇല്ല, അപ്പോൾ എന്താ ഇവർ ചെയ്യില്ല. ചെയ്യാതാകുമ്പോൾ എന്ത് ചെയ്യും? അടി പോകും. അടി പോകുമ്പോൾ ഇവർക്ക് ദുഃഖം, അവർക്ക് പിന്നെ വിഷമമാണ്. പിന്നെ എന്താ വെച്ചാൽ അത് വീണ്ടും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു, സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. അങ്ങനെ ലൈഫ് ബിക്കംസ് ഒരു കറക്റ്റ് അല്ല. അങ്ങനെ ഇവരുടെ ലൈഫ് എന്ന് വെച്ചാൽ ഇവർക്ക് എന്നും ഇവരുടെ കൂടപ്പിറപ്പാണെന്നത് ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ എന്ന തിങ്കിങ്. ഐം നോട്ട് ഇനഫ്, ഐം നോട്ട് ഇനഫ്, മൈ ലൈഫ് ഈസ് നോട്ട് ഇനഫ്. എപ്പോഴും ഒരു സംതിങ് ഈസ് മിസ്സിങ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എപ്പോഴും അവർക്ക് ഉണ്ടാവും. ക്ലിയർ? ദാറ്റ്സ് കോൾഡ് വോയിഡ്. ഒരു ഒരു വോയിഡ് ഫീലിംഗ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു നിറയാത്ത പോലെ എന്തോ ഒരു എംപ്റ്റിനെസ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞൊരവസ്ഥ ഉണ്ടാവില്ല. അവർക്ക് കണ്ടം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അവർക്ക് എപ്പോഴും എന്താ വെച്ചാൽ സംതിങ് ഈസ് മിസ്സിങ്. അവർ they will be like, they will not be happy. They cannot be happy. ഹാപ്പി ആകാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല, ഒരു നിറവുണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല, ജോയ് ഉണ്ടാവില്ല. ലൈഫിൽ ഈ ഒരു ഇതിനെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്തോ ഇനിയും കിട്ടാനുണ്ട്, ഇനിയും കിട്ടാനുണ്ട്, ഇനിയും കിട്ടാനുണ്ട്, ഇനിയും കിട്ടാനുണ്ട്. ലൈഫ് ബിക്കംസ് ലൈക്ക് running marathon, keep on running and running and running, and that becomes a rat race. Life becomes a race. രാവിലെ എണീക്കണം, ഓടണം, രാവിലെ എണീക്കണം, ഓടണം. ഒരു മൊമെന്റ് പോലും അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. വെറുതെ കുറച്ച് നേരം ഇരിക്കാൻ കഴിയില്ല. സ്ട്രെസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എപ്പോഴും. They cannot sit idle. അപ്പോ one thing. Yeah. ചില കേസിലല്ലേ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നല്ല രീതിയിൽ പേഷ്യൻസോട് കൂടി ഉറങ്ങിയ മനുഷ്യന്മാര് ഇപ്പൊ 8 hours ഉറങ്ങുന്നവർക്ക് 6 hourലേക്ക് പോകും. ലൈക്ക് ഡിസ്ട്രാക്ഷൻ വരും പെട്ടെന്ന്. എന്താ പറയാ, നമ്മൾ ഒരു ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓപ്ഷൻ വരുമ്പോൾ കുറച്ചൊരു ഡിസ്ട്രാക്റ്റഡ് ആവും. അങ്ങനെ ഒരു കേസ് വരുന്നില്ലേ? എനിക്ക് മനസ്സിലായില്ല, ചോദ്യം ഒന്നുകൂടെ പറയാമോ? ഈ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ വരുമ്പോ പെട്ടെന്ന് കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ വരും. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോ ഇപ്പൊ നമ്മൾ വേറെ ഡൊമൈനിലാണ് നിൽക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടോ ശരിക്കും? നമ്മൾ പറയുന്ന വിഷയമായിട്ട് എന്താ കണക്ഷൻ? കണക്ഷൻ അല്ല, ഞാൻ സൈക്കോളജി ചോദിക്കുക. കാരണം ഞാൻ സൈക്കോളജിയുടെ ടീച്ചർ അല്ല, ലാംഗ്വേജിന്റെ ടീച്ചറാ. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇന്നിപ്പോ പഠിപ്പിക്കുന്ന ഈ ഒരു ഈഗോ എന്ന് പറയുന്ന വിഷയമായിട്ട് എന്താണ് അതിന്റെ കണക്ഷൻ? എന്താണ് അങ്ങനെ കണക്ഷൻ ഉള്ള ടോപ്പിക് ആണോ? അല്ല, ഞാൻ എന്റെ ഒരു സ്കൂളിലെ ടീച്ചർ, ആസ് എ ടീച്ചർ സ്റ്റുഡൻസിന് കിട്ടിയ എക്സ്പീരിയൻസിന്റെ ബേസിൽ ചോദിക്കുന്നു. ഓക്കെ റിഫ. സോ സി, അത് നമുക്ക് വരാം, അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ വിഷയത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു പുതിയൊരു സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സ്ട്രെസ് വരാം, അതിൽ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാം, അതിൽ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് ഉറക്കം വരാതിരിക്കാം. ഓക്കെ, അതൊന്നും വരാതിരിക്കാൻ പാടില്ല. നമ്മൾ എന്താ വേണ്ടത്? കാമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തണം. അപ്പൊ അതിനെന്താണ്? ചിന്തകളുടെ എണ്ണം കുറക്കണം. ചിന്തകൾ, അത് മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ചിന്തകൾ കുറക്കുന്നതിലൂടെയാണ്. ഓക്കെ, അപ്പൊ ചിന്തകളുടെ എണ്ണം കുറയണം. കുറച്ച് ചിന്തകളാകുന്നത് എങ്ങനെയാണ്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ്, മെഡിറ്റേഷൻസ്. ഓക്കെ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ ചിന്തകൾ ഇങ്ങനെ പടച്ചു വിടുന്നതിൻ്റെ ഉറവിടം എവിടെയാണ്? നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ട്രോമകൾ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി റിസർവോയറുകളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള തോട്ട്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ട്രോമ ഹീൽ ചെയ്യും തോറും നിങ്ങളുടെ ആ ഒരു കാമാകും. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ എണ്ണം കുറഞ്ഞു. അപ്പം അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. EFT നമുക്കൊരു കോഴ്സ് വരുന്നുണ്ട് ഈ ആഴ്ച, അടുത്ത ആഴ്ച നടക്കാൻ പോകും. സോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ EFTയിൽ നമ്മൾ എന്താ ചോദിച്ചാൽ ടാപ്പിംഗ് മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ അക്യൂപ്രഷർ പോയിന്റ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നെർവസ് സിസ്റ്റം കാമാകും. നെർവസ് സിസ്റ്റം കാമാകുമ്പോൾ ചിന്തകളുടെ എണ്ണം കുറയും. ചിന്തകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എല്ലാം നല്ലൊരു എനർജി ഫ്ലോയിലേക്ക്, സമാധാനത്തിൻ്റെ, പീസിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തും. ഇതിൽ തന്നെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മൈൻഡ്ഫുൾനെസ് വേയിലാണ് അതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ
നമ്മളുടെ ലൈഫ് നമുക്ക് ഒരു കണ്ടന്റ് ആയിട്ടുള്ള, തൃപ്തി നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നമ്മുടെ ലൈഫ് നമുക്ക് ഒരു വാലിഡേഷൻ ആവശ്യമില്ലാത്ത, ഈഗോ കുറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഈഗോ ഡെത്ത് സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോഗ്രാം. ദിസ് ഇസ് such a beautiful consciousness expansion program which will help you to become more spiritually aligned and more free from your insecurities. അങ്ങനെയുള്ള, അപ്പം നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ കാമായിട്ടുള്ള, കമ്പോസ്ഡ് ആയിട്ടുള്ള റിയൽ കോൺഫിഡൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തും. ദ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ഒരു മെയിൻ മന്ത്ര എന്ന് പറയുന്നത് അതാണ്, ഇറ്റ്സ് ഓക്കെ എന്നൊരു മന്ത്ര വരും. നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് പരാതികളില്ല, ഹാപ്പിനെസ്സും ജോയ്ക്കും സമാധാനം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ചിന്തകൾ കുറഞ്ഞു വരുമ്പോൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആവില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ഭയപ്പെടില്ല, ഓവറായിട്ട് പ്രഷർ ഫീൽ ചെയ്യില്ല, നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഒന്നും വരില്ല. നമ്മളൊരു കാമൻ കമ്പോസ്ഡ് ആയിട്ട് എന്താ പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട്, ഓക്കെ, ആ ടാസ്ക് നമ്മൾ കാണും, അത് നമ്മൾ എന്താണ് അത് ചെയ്യണം, എപ്പോൾ ചെയ്യും, അത് ഇന്ന സമയം അതിന് മാറ്റി വെച്ചിരിക്കുന്നു, ആ സമയത്ത് ചെയ്യും, അതൊക്കെ ദാറ്റ്സ് ഇറ്റ്. ഞാനത് പോയിട്ട് ചെയ്യണം, അതെന്തുകൊണ്ട് ചെയ്യണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എന്തുകൊണ്ട് ചെയ്യണം, അത് ഞാൻ ചെയ്താലേ എനിക്ക് കാര്യങ്ങൾ വല്ലതും നടക്കുള്ളൂ. ദാറ്റ്സ് വൈ. വേറൊരാളെ കാണിക്കാനല്ല, വേറൊരാളെ ഇംപ്രസ് ചെയ്യാനല്ല, വേറൊരാളുടെ കയ്യടി നേടാനല്ല. ദാറ്റ് ഈസ് മൈ ജോബ്. ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. ഞാൻ പല്ല് തേക്കുന്ന പോലെ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന പോലെ. ഭക്ഷണം കഴിക്കാൻ മോട്ടിവേഷൻ വേണോ, പല്ല് തേക്കാൻ മോട്ടിവേഷൻ വേണോ? വേണ്ട. അത് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല, നിങ്ങൾക്കറിയാം. ശരിയല്ല. അതുപോലെ തന്നെയാണ് ജോലിയിൽ ഉത്തരവാദിത്തം കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ നമ്മളൊരു ഇമോഷൻസ് അതിൽ നിന്ന് കട്ട് ചെയ്യുക. പല്ല് തേക്കുന്നതിൽ എന്ത് ഇമോഷനാണ് ഉള്ളത്? എന്ത് ഇമോഷൻ ഉണ്ടോ? ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ പല്ല് തേക്കാൻ പോകണം, ഐ എം ഇൻസ്പയർഡ്, ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പല്ല് തേച്ചിട്ട് എൻ്റെ ജീവിതം, ഈ ലോകം ഞാൻ മാറ്റിമറിക്കാൻ പോകും. അങ്ങനെയൊന്നും കാണണ്ട. നിങ്ങൾ രാവിലെ എണീക്കുന്നു, നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ഞാൻ ലോകം മാറ്റിമറിക്കാൻ പോകണം എന്നുള്ള ചിന്തയിലൊന്നും പോകണ്ട. അങ്ങനെ കുറേ അറ്റാച്ച്മെൻറ്റുകൾ വെക്കുന്നത് കൊണ്ടാണ്. ഐ ഹാവ് ടു ഡു ഇറ്റ്. അതെൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ എനിക്ക് ചെയ്തോളണം. കാരണം എന്താ, അത് ഞാൻ അതിൻ്റെ ജോലിയാണ്, അതിനെനിക്ക് വരുമാനമുണ്ട്. സിംപ്ലി തിങ്സ്, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കും, നമ്മൾ ചിന്തിച്ച് വലുതാക്കി സംഭവമാക്കാതിരിക്കുക. ഈ ചിന്തിച്ച് വലുതാക്കുന്നതും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതും ഭയങ്കരമായിട്ട് ഇതൊക്കെ ആക്കുന്നത് എന്താണ്, നമ്മൾ എന്താണ് അങ്ങനെ ഒരു മീനിങ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കുന്നത്? ബിക്കോസ് നമുക്ക് അങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണം, ഇതൊരു സംഭവം ആക്കിയിട്ട് വേണം നമുക്ക് കയ്യടി നമുക്ക് തന്നെ നമ്മൾക്ക് കൊടുക്കാൻ. ഞാനും എന്തോ സംഭവം ചെയ്തു കേട്ടോ. How stupid we are. So stupid, huh? So we don't need to do that. We just just get up and do it. That's it. No one cares. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തില്ല, നോ വൺ കേഴ്സ്. ആരും നിങ്ങൾ ഭയങ്കരമായിട്ട് ലോകത്ത് നമ്പർ 1 ആവണം, ആര് പറഞ്ഞു? ആവണ്ട. What do you want? You want to be happy, right? You want to be peace. You want to be in peace. You want to be in joy. ആക്ച്വലി അൾട്ടിമേറ്റ്ലി ലൈഫ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ജീവിതത്തിൽ സുഖം കിട്ടാൻ. സുഖം എങ്ങനെ കിട്ടുക? സുഖം ഇപ്പം തന്നെ കിട്ടും. ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വേ ഓഫ് ലൈഫാണ്, അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്. അപ്പോൾ ഈഗോ നമുക്ക് അവിടെ ഡെത്ത് സംഭവിച്ചാൽ തന്നെ സുഖം വരും. അപ്പോൾ ഈഗോ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല ചിന്തകൾ എന്തെങ്കിലും കുറയ്ക്കും. ചിന്തകൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? നെർവസ് സിസ്റ്റം കാമാക്കണം. നെർവസ് സിസ്റ്റം കാമാക്കണമെങ്കിൽ ട്രോമാസ് ഹീൽ ചെയ്യണം. അവിടെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് 15 വർഷത്തിനിടയിൽ കഴിഞ്ഞ ലാസ്റ്റ് 5 ഇയേഴ്സ്, 10 വർഷം ഞാൻ എന്ന് വെച്ചാൽ മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയമൊക്കെ പഠിപ്പിച്ചെങ്കിലും ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഇൻ ഡെപ്തിലേക്ക് EFT എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതും ഈ മേഖല എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈ? ബിക്കോസ് മനസ്സിലാവുണ്ടാവും. അപ്പം ഇത് ചെയ്യുന്നത് സോ ആരോഗ്യത്തിൽ, വെൽവിഷർ പറയുന്നത് ആരോഗ്യത്തിൽ നമ്പർ 1 ആവാൻ വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കാറ്. അങ്ങനെ നമ്പർ 1 ഒന്നും ആവണ്ട, ആരോഗ്യം നന്നായാൽ മതി. ഈ നമ്പർ 1 ആവണ്ട, അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നമ്പർ 1 ആവണം. എന്താ നമ്പർ 2 ആയാലും, അതായത് നന്നാവണം എന്നല്ല ഉദ്ദേശിച്ചത്, നന്നായാൽ മതി. നമ്പർ 1 ആവണം നിർബന്ധം പിടിക്കണ്ട. ഓക്കെ, എനിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടായാൽ മതി, അത് ഞാൻ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. സിമ്പിളാണ്. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് നല്ല ഭക്ഷണം കഴിക്കുക. ഓക്കെ, 3/1 ഭാഗം എപ്പോഴും വയറ്റിൽ എന്ത് ചെയ്യുക? ഒരു എന്താ പറയുക, 25% കാലിയാക്കിയിടുക. കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുക, 2 ലിറ്റർ വെള്ളം കുടിക്കുക മിനിമം. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കുറച്ച് സപ്ലിമെൻറ്റ്സുകളും സംഗതികളും കഴിക്കേണ്ടത് അതും കഴിക്കും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, 8 മണിക്കൂർ ഉറങ്ങുക. ദാറ്റ്സ് എനഫ്. സിമ്പിളാണ്. അത് എണീറ്റ് ചെയ്യണം. അതിന് ഒരുപാട് മോട്ടിവേഷൻ വേണം, അത് വേണം, ഇത് വേണം, ചിന്തിക്കണം, അങ്ങനെയൊന്നും വേണ്ട. സിമ്പിളായിട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ വല്ലപ്പോഴൊക്കെ എന്താ വെച്ചാൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതൊന്നും കുഴപ്പമില്ല. ലൈഫിന് സിമ്പിളായിട്ട് എടുക്കുക. ബി ഹാപ്പി.
ഓക്കെ, ഓവറായിട്ട് എനിക്കിത് അങ്ങനെ ആക്കണം, നമ്മൾ ഇനി കഴിക്കില്ല, നമ്മൾ ഇനി അങ്ങനെ ചെയ്യില്ല. ജസ്റ്റ് ലെറ്റ് ഗോ ഓൾ ഓഫ് ദാറ്റ്. ഓക്കെ, ഓവറായിട്ട് സ്ട്രെസ് കൊടുത്ത് പ്രഷർ കൊടുത്ത്, ബിക്കോസ് അത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് വിപരീത റിസൾട്ട് ഉണ്ടാവുക. നിങ്ങളുടെ ബോഡി എപ്പോഴും നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക അത്ര കണ്ട് തകർന്നുകൊണ്ടേയിരിക്കും. മണൽ കയ്യിൽ വാരി മുറുക്കി പിടിക്കുന്ന പോലെയാണ്. മണൽ നിങ്ങൾ കയ്യിൽ വാരി മുറുക്കിയാണ് പിടിച്ചു നോക്കിയേ, മുറുക്കിയാണ് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് മണലെല്ലാം പോകും. കൈ മണൽ വാരിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം, ഫ്രീ ആയിട്ട് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത്രയും മണൽ നമ്മളെ കയ്യിൽ കിട്ടും. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എത്ര കണ്ട് നിങ്ങൾ സ്ട്രെസ് ഇല്ലാതെ വളരെ കാമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അവർക്കാണ് കാര്യങ്ങൾ കിട്ടുള്ളൂ. അല്ലാതെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവർ, വെൻ യു ട്രൈ ടു കൺട്രോൾ ലൈഫ് ബിക്കംസ് സ്ലിപ്പ് അവേ ഫ്രം യുവർ ലൈഫ്. ബിക്കോസ് അങ്ങനെയാണ്. നിങ്ങൾ ഓവർ സ്ട്രെസ് അടിച്ചിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നോക്കും. ഓവർ സ്ട്രെസ് അടിച്ചിട്ട് ഓക്കെ പെർഫെക്റ്റ് ആയിട്ടോ ഉള്ള സമാധാനം പോയി കിട്ടുള്ളൂ, ഉറങ്ങാൻ കഴിയൂല. സോ ലെറ്റ് ഗോ. നിങ്ങൾക്കിപ്പോൾ സ്ട്രെസ് കയറിയിട്ട്, നിങ്ങളുടെ ബോഡിയിൽ സ്ട്രെസ് കയറിയിട്ട് കോർട്ടിസോൾ അടിച്ച് കയറിയിട്ട് ഫാറ്റ് കൂടുകയുള്ളൂ. അതാണ് കുറേ ആൾക്കാർ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വർക്കൗട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. അവിടെയാണ് ഹീലിംഗ്. നിങ്ങൾ ചെയ്ത് നോക്കും, നിങ്ങൾ കാമാവും, കമ്പോസ്ഡ് ആവും, റിലാക്സ്ഡ് ആവും. അപ്പോൾ കോർട്ടിസോൾ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ കുറയും, പറയുമ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയും, ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ലൈഫിനെ സിമ്പിളായിട്ട് എടുത്താൽ അത്രയും നല്ലത്. മനസ്സിലാവണ്ടോ? ചിരിച്ച് റിലാക്സ്ഡ് ആയിട്ട്. ഇറ്റ്സ് നത്തിങ്. ഞങ്ങൾ വലിയ സംഭവമായിട്ട് കാണണ്ട. ഓക്കെ, സിമ്പിളായിട്ട് കാണുക. അങ്ങനെ എന്തൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോണേ? ഇത്രയും കാലം എന്താ ഉണ്ടാക്കിയേ? താജ്മഹൽ പണിയാൻ പോവാ? നിങ്ങൾ പണിയോ? പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പണിതോ. നിങ്ങൾ അതിന് വലിയ സംഭവമായിട്ട് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന, അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരത് ചെയ്യൂല. പണിയേണ്ടവർ പണിയും പോയിട്ട്, അവർ പണിയുന്ന തിരക്കില്ല. പറഞ്ഞു നടക്കുന്ന ആൾക്കാർ പറഞ്ഞു നടക്കും. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യണം, സ്റ്റാർട്ട് ബിൽഡിങ്, സ്റ്റാർട്ട് വർക്കിംഗ്. പോയി പണിയെടുക്കുക. കഥ പറയണ്ട, കഥ പറഞ്ഞിരിക്കണ്ട. മനസ്സിലാവണ്ട? ഇതെല്ലാവർക്കും അപ്ലിക്കബിളാണ്. ഈ ഇരിക്കുന്ന എനിക്കടക്കം, ഇത് ഞാൻ എന്നോടടക്കം പറയുന്ന ഡയലോഗാണ്. ഈ ഇരിക്കുന്ന എനിക്കടക്കമുള്ള പ്രശ്നങ്ങളാട്ടോ ഇത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനെന്തോ സംഭവമാണ്, ഓക്കെ അല്ല, ഐ ആം ഓൾസോ, ഐ ഹാവ് ഓൾ ദീസ് പ്രോബ്ലംസ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പം ദർ ഇസ് നത്തിങ് റോങ്. ഇങ്ങനെയുള്ള സംഗതികൾ, പ്രശ്നങ്ങൾ ഉണ്ട്. വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ ഇഷ്യൂ. ഇപ്പം നിങ്ങൾക്ക് കുറേ ഈഗോ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു, അങ്ങനെയാണ് ഞാൻ. ഓക്കെ, ഓക്കെ ഫൈൻ. ഇതൊക്കെ പ്രശ്നങ്ങളില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് നടക്കില്ല. ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾ ഒറ്റക്കല്ല. ഒരു സമാധാനമില്ല ഇപ്പോൾ. യെസ്, അത്രേ ഉള്ളൂ ലൈഫ്. മനസ്സിലാവണം? ഇതിനെയൊക്കെ റിജക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയാണ് ഏറ്റവും സങ്കടകരം. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ, ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് പോകുന്നിടത്താണ് സെൽഫ് അക്സെപ്റ്റൻസ് പൂർത്തിയാകുന്നതും ലൈഫ് അക്സെപ്റ്റൻസ് പൂർത്തിയാകുന്നതും. ഓക്കെ, അവിടെയാണ് ഹാപ്പിനെസ്. നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക, കണ്ടന്റ് ആയിട്ടുള്ള, തൃപ്തിയായിട്ടുള്ള അവസ്ഥയിലേക്ക്. സോ വൺ ഹാസ് ടു എക്സ്പീരിയൻസ് ദിസ് പീസ്, ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ലൈഫ് വിത്ത് സെറീനിറ്റി. യെസ്, വെരി ഗുഡ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇതിലേക്കൊക്കെ എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, വലിയൊരു കവാടമാണ് EFT. EFTയിലേക്ക് നിങ്ങൾ വരിക. ഇതിന്റെ ഡോർ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഐ വിൽ ഷോ യു വാട്ട് ഇറ്റ് വിൽ ഡു. ഇറ്റ് വിൽ മേക്ക് യു കാം ലൈക്ക് ഇൻസ്റ്റന്റ്ലി. റിലാക്സ്ഡ് ആക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ കമ്പോസ്ഡ് ആയിട്ട്, കാമായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസിലേക്ക് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ജേണി മുന്നോട്ട് കൊണ്ടുപോകും. സോ അവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടും. സോ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. നാളെ നമുക്ക് വീണ്ടും ഒരു അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. ഈഗോ നമ്മുടെ ലൈഫിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ലൈഫ് വലിയ രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു. സോ ഈഗോക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇറ്റ് മേക്സ് യു ഡിഫെൻസീവ്. ഇതിനെക്കുറിച്ച് അറിയണം. കീപ്സ് യു ഇൻ കംഫർട്ട് സോൺ. നമ്മൾ ഈഗോ ഉള്ള ആൾക്കാർ എന്തെങ്കിലും കംഫർട്ട് സോണിലാണ്. ദ ഫിയർ ഓഫ് അപ്പിയറിംഗ് വോണറബിൾ ആൻഡ് ഇൻഎക്സ്പീരിയൻസ് കീപ്സ് യു ട്രാപ്ഡ് ഇൻ ഫെമിലിയർ ടെറിട്ടറി. ഞാൻ ഇന്നലെ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഓക്കെ, പാട്ട് പാടാൻ അറിയില്ല, ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. പക്ഷേ ഞാൻ ഇന്നലെ ഒരു കഫേയിൽ പോയിട്ട്, അവിടെ ഓപ്പൺ മൈക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട്, എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് പാട്ട് പാടാൻ പറയുന്നത്, എനിക്കറിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യാണ്, പാട്ട് പാടാൻ. അവിടെ നല്ല പാട്ടുകാരുണ്ട്, അവരിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. എൻ്റെ കൂടെ അവരെന്നെ വിളിച്ചു. ഞാനൊരു ഇൻഫ്ലുവൻസർ അതൊക്കെ അറിയുകയും ചെയ്തു. അപ്പോൾ അവരുടെ കൂടെ ഇരുത്തിയിട്ട് അവരിങ്ങനെ പാടി, അവരുടെ കൂടെ ഞാനും പാടി.
അവരിങ്ങനെ പാടുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്കൊരാൾ പാടുമ്പോഴോ പാട്ട് ആസ്വദിക്കാൻ കഴിയും ചില ആൾക്കാർക്ക്, എനിക്ക് അങ്ങനെ കഴിയും. അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടുകയും ചെയ്യും, അങ്ങനെ പാടുകയുള്ളൂ. ഒറ്റയ്ക്ക് പാടാൻ കോൺഫിഡൻസ് ഇല്ല, അതിനുള്ള സ്കില്ലില്ല എന്ന് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ സ്കില്ല് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പണ്ട് ഈ ഒരു കോൺഫിഡൻസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. എനിവേ, ഞാൻ അവരുടെ കൂടെ ഇരുന്നു, പാട്ടൊക്കെ ആസ്വദിച്ചു, ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് വേണമെങ്കിൽ ഞാൻ എടുക്കാം. ഞാൻ പാടുന്നില്ല കേട്ടോ, ഞാനിങ്ങനെ രസമായിട്ട്. അപ്പം ഞാൻ അതിലേക്ക് ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് എപ്പോഴും ആഗ്രഹം മ്യൂസിക്, നല്ല മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മുടെ ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നൊരു, ഞാൻ കാണിച്ചു, ഞാൻ പാടുന്നൊരു സീന് കാണിച്ചു തരാം. ഐ ഷോ യു, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോ ഇപ്പൊ ഈ കണ്ടൊരു സംഗതിയിൽ എന്താണ്, അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഇങ്ങനെ പാടാൻ എനിക്ക് പേടിയാ, ഭയങ്കര പേടിയാ. അപ്പോൾ പക്ഷേ ഈ ഈഗോ ഉണ്ടായാൽ എന്താ പ്രശ്നം, നമ്മൾ അവിടെ ചെന്ന് പാടിയാൽ മോശമായി പോകും എന്ന പേടി ആണ് ഈഗോ ഉള്ളതിന്റെ, മനസ്സിലാവണ്ട. ഈഗോ എല്ലാവരിലും ഉണ്ട്, അത് എത്ര കണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഇമേജ് വിട്ട് കളയുക, നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് വരിക. സ്റ്റേജിലേക്ക് വന്നിട്ട് പാടാൻ പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ എല്ലാവരും എന്താ വെച്ചാൽ വേണ്ട വേണ്ട വേണ്ട. പക്ഷെ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പാടാനുള്ള കോൺഫിഡൻസ് ഇല്ല. എൻ്റെ ഈഗോ ആദ്യം തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ പേടിയാണ്. അല്ലെങ്കിൽ പേടിയെന്നല്ല, അല്ല കോൺഫിഡൻസ് ഇല്ല. അത് എനിക്ക് പാട്ട് അത് എത്രത്തോളം ഭംഗി എനിക്ക് പാടാൻ അറിയില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതിനെ വിളിച്ചത് കൂടെ നിങ്ങൾ പാടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് പാടുക, അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, മൂളിത്തരാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാടിത്തരാം, അങ്ങനെ പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു യെസ്. അങ്ങനെ ആ ഒരു കംഫർട്ട് സോൺ അവരെനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. ആൻഡ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് കുറച്ച് പാടിയൊക്കെ ചെയ്തു. ഇതിനു മുൻപ് ഞാൻ ആ കഫേയിൽ പോയിട്ടുണ്ട്, അന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഐ വെന്റ് ദേർ. അപ്പോൾ ഞാൻ പറയുന്നത് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കാൻ കാരണമാകും ഈഗോ. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാത്തത്, ആഗ്രഹം ഉണ്ടായിട്ട് പല കാര്യങ്ങളും ചെയ്യാത്തത് നിങ്ങളുടെ ഈഗോ ഉള്ളതുകൊണ്ട്. സ്വപ്നങ്ങൾ പലതും ഉണ്ടാവും, അതിൻ്റെ പുറകെ പോവില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കില്ല. സ്റ്റേജിൽ കയറിയിട്ട് രണ്ടു പേർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടാവും, സംസാരിക്കില്ല. ഇവിടെ തന്നെ വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കില്ല. അതും ബിക്കോസ് ഓഫ് ദ ഈഗോ. അവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും. ലെറ്റ് ഗോ ഓൾ ഓഫ് ദാറ്റ്, ബി ഹിയർ ഇൻ എ കംഫർട്ടബിൾ വേ. കൂടുതൽ ചിന്തിക്കരുത് ലൈഫിൽ, കാരണം ലൈഫ് അതിന് മാത്രം ചിന്തിച്ച് കൂട്ടാനും മാത്രം വലിയെന്തോ സംഭവമൊന്നുമല്ല. നിങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് കാല് കുത്തി വീണ് കഴിഞ്ഞാൽ, ചിലപ്പോൾ തലടിച്ച് വീണ് കഴിഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ അങ്ങ് മരിച്ചു പോകും. അയ്യോ, പേടിപ്പിക്കില്ലേ അല്ലേ? അപ്പം അത്രയോ സിമ്പിളാണ് എന്നുള്ളത് തിരിച്ചറിയുക. വി ആർ നത്തിങ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ചാൻസുകൾ, അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തുക. എല്ലാവരുടെയും ലൈഫിൽ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്, നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, സ്ലൈഡ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്തെത്രത്തോളം നമുക്ക് സംസാരിക്കാനുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ കാണിക്കാം. പക്ഷെ ഒരുപാടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മൾ സക്സസ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഗ്രോത്തിനെ. ഈഗോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈഗോ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈഗോയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, മനസ്സിലാവുന്നുണ്ടോ? സോളാണ് നമുക്ക് വേണ്ടത്, ഈഗോ അല്ല വേണ്ടത്. ഓക്കെ, അപ്പം അത് നമുക്ക് ലെറ്റ് ഗോ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് കുറച്ച് മെത്തേഡുകളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ആർ യു റെഡി? ഇഫ് യു റെഡി, വി വിൽ ഡു ദാറ്റ്. യാ, ആർ യു റെഡി? ആർ യു എക്സൈറ്റഡ് ഫോർ ദാറ്റ്? യെസ്, യെസ്, വിൽ ഹാവ് ദിസ് ഡിസ്കഷൻ.
നമ്മളിത് എന്ത് കണ്ടിന്യൂ ഷെയർ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നിങ്ങളെ ശരിക്കും സ്പിരിച്വൽ ജേർണിയിൽ വേറെ ലെവലിലേക്ക് എത്തിക്കും, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേറെ ജേർണിയിൽ എത്തിക്കും. ഓക്കെ, സോ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് 7:30 ആയി, 1 hour നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ഒരു എന്താ പറയുക, ഐ ഹോപ്പ് ദിസ് ഈസ് ലൈക്ക് എ റേഡിയോ ഷോ എവറി ഡേ, ലൈക്ക് മോർണിംഗിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഹോപ്പ് ഇറ്റ് ലൈറ്റൻ അപ്സ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ കുറച്ച് വെളിച്ചം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നിരുന്നിട്ട് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി പ്രൊഡക്റ്റീവ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പ്രോഗ്രാം അറിയാലോ, ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഈ വിഷയത്തിൽ നമുക്കൊരു സെഷൻ ഉണ്ട്. ആ സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 199 രൂപ കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യാം. ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇതിനു മുമ്പ് ഒരു കോഴ്സ് ചെയ്തിരുന്നു, 5 days വർക്ക് ബുക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ വർക്ക് ബുക്കൊക്കെയുള്ള ഒരു 5 days പ്രോഗ്രാമാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. 24th നമ്മൾ ആരംഭിക്കുന്നു. സോ കം ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ്. യാ, ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങളുടെ ലവ്ഡ് വൺസ് അവരൊക്കെ വിളിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാം. സോ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഷാറാവട്ടെ, ഹൈ എനർജറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു നല്ലൊരു ലൈഫ് നയിക്കാം. ലെറ്റ് ഗോ ദ ഈഗോ ആൻഡ് ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഈഗോടത്ത് സംഭവിച്ചിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. സോ ഇത്രയും പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. യുവർ ടൈം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് കേൾക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. താങ്ക് യു സോ മച്ച് ലിസണിങ്. ഏറ്റവും നല്ല കാര്യം ഇത് തന്നെയാണ്. ഈഗോനെ കുറിച്ച് നമുക്ക് ഇത്രയും നല്ലൊരു കാഴ്ചപ്പാട് സാർ തന്നു. അതാണ് ഇന്ന് സാർ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസറാണ്. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു സജിത മാം. യു ആർ എ ഗുഡ് സോൾ ആൻഡ് യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ സോൾ. നിങ്ങളെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കേൾക്കുന്നു, നിങ്ങൾ ഇവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. നല്ല ഈഗോ പ്രശ്നം അല്ലേ നല്ലോണം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഹീലിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് മാറിയില്ല. അനിത മാം പറഞ്ഞോളൂ. അല്ല, ഇന്ന് കാലത്ത് എണീക്കാൻ പറ്റിയത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് എണീക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അനിത മാം, ഹാപ്പി ദീപാവലി സർ. ഹാപ്പി ദീപാവലി ഓൾ ഓഫ് യു. ഹാപ്പി ദീപാവലി. ഇന്ന് എല്ലാവർക്കും ഹോളിഡേ ഒക്കെ ആയിരിക്കും അല്ലേ. സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി, സ്പെൻഡ് ടൈം ലവ്ഡ് വൺസ്. ഓക്കെ, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നല്ലൊരു ഡേ എല്ലാവരും എൻജോയ് ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾ എന്ത്, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റേ എക്സൈറ്റഡ്. വിഷ് ദം എവറിബഡി നല്ലൊരു എന്താ പറയുക, നല്ലത് മാത്രം വിഷ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വിഷ് ചെയ്യുക. പരമാവധി എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. താങ്ക് യു സാർ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് വന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓഡിയോയിൽ നിന്ന് പറയും. നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിയ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയും. മനസ്സിൽ തട്ടിയ ഒരു പോയിന്റ് എന്താണ്? എല്ലാവരും ആർക്കും വന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. ഹുമൈറ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്, ഐ വിൽ വിഷ് എ ഗുഡ് ലൈഫ് ഫോർ ഓൾ. ഓക്കെ, ആരാണ് ഈ വെൽവിഷർ? വെൽവിഷറുടെ പേരെന്താ? പറഞ്ഞോളൂ സജിത മാം. ഇന്നത്തെ പ്രധാനപ്പെട്ട പറയും. ഇന്ന് നമുക്ക് കിട്ടിയത് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെ മനസ്സിലും ഈ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ളത്. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഇല്ല എന്ന് പറയാനത്തെക്കാട്ടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുക. വെരി ഗുഡ്. നമ്മൾ അതെന്ന് വെച്ചാൽ എനിക്ക് ഈഗോ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഐ എം നോട്ട് പെർഫെക്റ്റ് ആൻഡ് ദാറ്റ്സ് ഓക്കേ. ഇറ്റ്സ് ഓക്കേ. ഇറ്റ്സ് ഓക്കേ. ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് ഒരു വ്യക്തികൾക്ക് അത് മറ്റൊരാൾക്ക് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവും. ഉള്ളിൽ എങ്ങനെയായാലും അത് നമ്മൾ പറയുന്ന ട്രോമ ആയിട്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പൊ നമ്മുടെ ജീവിതം അങ്ങനെ ഓരോ കാര്യത്തിലും മുന്നോട്ട് പോവാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് കിട്ടും. ഇതാണ് എനിക്ക് കിട്ടിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹു എൽസ്? താങ്ക് യു അനിത മാം ഫോർ ഷെയറിംഗ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ വിസ്ഡം, റൈറ്റ്? എല്ലാവരിലും അത് ഉണ്ടെന്നും
പ്ലസ് ആരാണോ ഇല്ല എന്ന് പറയുന്ന അയാൾക്ക് കൂടുതലുണ്ടെന്നും തിരിച്ചറിയേണ്ട ഒരവസ്ഥ. ഭയങ്കര അടിപൊളി പോയിന്റ് ആണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഇൻസൈറ്റ്. ഇനി നെക്സ്റ്റ് ആർക്കുള്ളത്? ഞാനാണ് ശരി, എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന ചിന്താഗതി. അസ്മ പറയുന്നു, ടീം മെമ്പർ ആണ് കേട്ടോ. നമ്മുടെ ലോ സെഷനിലും ഇരിക്കുന്ന നമ്മുടെ ഒരു ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഇഷ്ടപ്പെട്ട നമ്മുടെ ടീം മെമ്പറിൽ പെട്ട ഒരാളാണ് അസ്മ. അതെ, ഇവിടെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. അസ്മ അതേപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ സെഷനിലും ഇരിക്കും. ഷീ ഈസ് ഓൾവേസ് ലേണിംഗ്. ഓക്കെ, ഷീ ഈസ് നെവർ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നമ്മുടെ ടീം മെമ്പറായിട്ട് വന്നിട്ട് ഓക്കെ വില കുറച്ച് കാണാത്ത ഒരാളാണ്. ഷീ ഈസ് എ ഗുഡ് സോൾ. അസ്മ, അതല്ലേ സാറേ, നമുക്ക് ഓരോ ദിവസവും ഓരോ വ്യക്തികളിൽ നിന്നും കിട്ടുന്ന അറിവുണ്ടല്ലോ, അത് ചെറുതോ വലുതോ എന്നല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും മുന്നോട്ട് പോകാൻ നയിക്കുന്നതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന എല്ലാം അറിവാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുക, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഷമീറ പറയുന്നു, എന്റെ പേടിയും മടിയും ഈഗോ ആണെന്ന് മനസ്സിലായി. വാവ്, കിട്ടില്ല. ഇതാണ് ഒരു പോയിന്റ്, ഇതാണ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് എന്റെ പേടിയും മടിയും വേറൊന്നുമല്ല, ഈഗോ ആണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈഗോ നമ്മൾ സക്സസിനെ ഭയങ്കരമായിട്ട് തടസ്സം നിർത്തുമ്പോൾ ലെൽഗോ ചെയ്താൽ മതി. ജസ്റ്റ് കീപ് ഇറ്റ് സിമ്പിൾ, ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ അപ്പൊ അവിടെ തന്നെ നമ്മുടെ ആ ഇമേജ് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേടി മടിയൊക്കെ അങ്ങോട്ട് പോകും. ഏത് അപ്പൊ നമ്മൾ ചെയ്യണം, എണീക്കാൻ ചെയ്യണം, സിമ്പിൾ. അപ്പൊ നമുക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല അല്ലേ? അപ്പൊ ഈഗോ വിട്ടാൽ മതി. ഈഗോ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല. മോട്ടിവേഷൻ ആവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് അല്ല. നമുക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് എക്സൈറ്റ്മെന്റ്, റൈറ്റ് എനർജി. നോ, ഇത് എനർജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എണീറ്റ് പോയിട്ട് ചെയ്യൂ. ദാറ്റ്സ് ഇറ്റ്. അത് 2 സ്റ്റെപ്പാണോ, അത് ചെയ്യൂ, അത് മതി. ജിമ്മിൽ പോയിട്ട് 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്താലും മതി, ദാറ്റ്സ് ഓക്കെ. 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്താലും മതി, ദാറ്റ്സ് ഓക്കെ. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ഇറ്റ്സ് ഈഗോ. ജസ്റ്റ് ലെറ്റ് ഗോ എവറിത്തിങ്. എൻജോയ് യുവർ ലൈഫ്. ലൈഫ് ഈസ് ഹിയർ നൗ. ജസ്റ്റ് ഡോണ്ട് ലെറ്റ് ഗോ. സെൽഫ് അവയർനെസ് ഉണ്ടായാൽ മതിയല്ലോ സാർ. എങ്ങനെ? സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് ഉണ്ടായാൽ മതി. ആരാ സംസാരിക്കുന്നത്? ഹൈറുന്നിസ. ഹൈറുന്നിസ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹൈറുന്നിസ എന്ന് പറഞ്ഞു? അതുണ്ടാവുമ്പോൾ നമുക്ക് ഈഗോ നമ്മളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണ് അത് സെൽഫ് അവയർനെസ് ഈഗോ ഒഴിവാക്കുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് എല്ലാവർക്കും? ഒന്നുകൂടെ ഒന്ന് പറയൂ. ഞാൻ എന്റേത് പറയണേ, ശരിയാണോ അറിയില്ല. ഈഗോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഈഗോ അത് ഒഴിവാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ പറഞ്ഞ സെൽഫ് അവയർനെസ് അല്ലേ? എനിക്ക് തോന്നുന്നത് അതാണ്. നമ്മളാണല്ലോ എല്ലാം, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണല്ലോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലേ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. പോസിറ്റീവായി കൊടുത്താൽ നമുക്ക് ഈഗോ, സെൽഫിഷ് എല്ലാം നമുക്ക് തന്നെ അത് ഒഴിവാക്കാൻ പറ്റും. യെസ്, വെരി ഗുഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. നമ്മൾ കൊടുത്താൽ നമ്മൾ സെൽഫ് അവെയർ, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നതിനെ കുറിച്ച് സെൽഫ് അവെയർ ആവുക. അപ്പൊ നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം അല്ലേ? ഇറ്റ്സ് ഓക്കെ എന്നുള്ള കമാൻഡ് കൊടുക്കുക, നല്ലത് കൊടുക്കുക. സോ എന്ന് പറഞ്ഞാല് എല്ലാം നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയും. അതില് ഈഗോ, സെൽഫിഷ് എല്ലാം ഉൾപ്പെട്ടെന്നാ തോന്നുന്നത്. അതെ, അതെ. അത് ഞാൻ മറ്റേ ഇതിൽ പറയുന്ന ഒരു സിനിമയുണ്ട്, സിനിമയുടെ പേര് ഇതാണ്, നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ഓക്കെ. ചെറിയ ഒരു അറിവും ചെറുതല്ല. ഒരു അറിവ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന വേർഡ് ചെറിയൊരു കാര്യമല്ല. ഇറ്റ്സ് വെരി പവർഫുൾ അല്ലേ? മനുഷ്യനെയൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഞാനെന്നുള്ളതല്ല കേട്ടോ, ഈവൻ എനിക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡ് അതാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്നെയും കൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വേർഡാണ് ഇറ്റ്സ് ഓക്കെ ഷാഫി, ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്താ വെച്ചാൽ കൂടെയുള്ളവർ ഭയങ്കര അലേർട്ടായിരിക്കും. ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും പലപ്പോഴും എന്താ പറയുക അലേർട്ടായിട്ട് നമുക്കത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അതങ്ങനെ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ നടന്നു പോയ കാര്യങ്ങൾക്ക് പിന്നീട് നമ്മൾ വറീഡായിട്ട് കാര്യമില്ല. നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ എന്നതിനർത്ഥം എന്ന് വെച്ചാൽ വീണ്ടും അത് പ്രശ്നമാക്കുക, വീണ്ടും അത് വഷളാക്കുക എന്നുള്ളതല്ല. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പക്ഷെ സംഭവിച്ചതിന് ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ അത് അങ്ങനെ ആകും എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട. ഇറ്റ്സ് ഓക്കെ. പിന്നെ നമ്മുടെ 4 ടൂൾ ഉണ്ടല്ലോ, സോറി, പ്ലീസ് ഫോർഗിവ് മീ, ലവ് യു, താങ്ക് യു. ഇതന്നെ മതി നമ്മളെ എന്താ പറയാ എല്ലാ ഈഗോസും ഇതിലൂടെ പോകും. അത് ഡെയിലി നമ്മൾ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഞാൻ ഇന്നലെ കഫേയിൽ പോയി നോക്കുന്നില്ല. കഫേയിൽ പോയിട്ട് ഞാനിങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരു ചെറിയ സെഷൻ ചെയ്തു. അങ്ങനെ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പാട്ട് പാടും. പിന്നെ ഒരു പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം സംസാരിക്കും. നല്ല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ ഒരു ഹീലിംഗ് സേഫ് സ്പേസ് ഉണ്ടല്ലോ, അത് ഒരുമിച്ച് കൊണ്ട് ഒരു പരിപാടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് മ്യൂസീഷ്യൻസിനെയൊക്കെ വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഒരു വൈകുന്നേരം ഒരു സായാഹ്നം, എന്താ പറയുക, അങ്ങനെ തന്നെ പറയാം, ഒരു സായാഹ്നം
ഹീലിംഗ് സായാഹ്നം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം എന്ത് ചെയ്യുക, കാലിക്കറ്റ് ബീച്ചിൽ ആ ഒരു കഫേയിൽ ഒരുമിച്ച് കൂടിയിട്ട് ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഈ മ്യൂസിക്കും കാര്യങ്ങളും സംഗതികളൊക്കെ ആയിട്ട് നല്ലൊരു വൈകുന്നേരം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മ്യൂസിക് ഭയങ്കര രസമാണ്. മ്യൂസിക് ഹീലിംഗ് എന്ന് പറയുന്ന ഹീലിംഗ് തന്നെയുണ്ട്, സൗണ്ട് ഹീലിംഗ് എന്ന് പറയും. അപ്പോൾ ആ ഹീലിംഗിൽ എന്ന് വെച്ചാൽ ഹീലിംഗ് മ്യൂസിക്സ് ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷൻസ് രോഗം മാറ്റാൻ പറ്റുമെന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ മ്യൂസിക്കിലൂടെ രോഗം മാറ്റാൻ പറ്റുന്ന അതെ, പറയാറുണ്ട്. ചില മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ പറയാറുണ്ട്. മ്യൂസിക് തെറാപ്പി തന്നെ ഉണ്ടല്ലോ. യെസ്. സോ അങ്ങനെ മ്യൂസിക് തെറാപ്പിയും കൂടെ EFT തെറാപ്പിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള മൈൻഡ്ഫുൾനെസ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഹീലിംഗ് സെഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ടീം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്ലോറേഷൻ. വി ആർ ട്രൈങ് ടു സംതിങ് ന്യൂ. എന്തോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇറ്റ് വിൽ കം. സോ നാം എന്തോ സംഭവമാണെന്ന ചിന്ത മാത്രമാണ് ഈഗോ. നാം ഒരു യാത്ര നടത്തിയാൽ നമുക്ക് മനസ്സിലാകും നാം വെറും പൊട്ടക്കിണറ്റിൽ തവളകളാണെന്ന്. യെസ്, വെൽവിഷറുടെ പേര് ഇതുവരെ കിട്ടിയിട്ടില്ല. വെൽവിഷർ, വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങൾ പറയുന്ന പോയിന്റുകളൊക്കെ കിടിലമാണ്. സോ ഈഗോ എക്സ്ട്രീം ലെവൽ ആയാലാണോ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയിലോട്ട് ആവുന്നത്? യെസ് സനീറ, നമ്മൾ ഈഗോ നമ്മൾ വല്ലാണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ നാർസിസിസ്റ്റിക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. സോ ഓക്കെ, നിങ്ങൾ അടുത്തത് എന്താണ്? ഈഗോ ആണല്ലോ. അവിടെ പേര് കിട്ടിക്കഴിഞ്ഞു. വെൽവിഷർ എന്ന് പറയുന്നത് ഷഹീർ എന്ന് പറഞ്ഞ ആളാണ്. ഹായ് ഷഹീർ, പിടിച്ചു കഴിഞ്ഞു കേട്ടോ. എനിക്കിവിടെ സീക്രട്ട് സർവീസ് ഏജൻസ് ഉണ്ട്. എനിവേ, താങ്ക് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. നല്ല വേർഡാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വേറെ ആരും എന്തോ പറഞ്ഞോ? ഷെയർ ചെയ്തോ? മെയിൻ ആയിട്ട് ഈഗോ അല്ല സാർ? അതെ. NPD എന്ന് പറയുന്നത് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. നമ്മൾ ഈ NPD എന്ന് പറയുന്ന നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ NPD ആണ് എന്ന് പറയുന്ന വിലയിരുത്താൻ നമുക്ക് അവകാശമില്ല. കാരണം അയാൾ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങളായി ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് NPD ആയിരിക്കില്ല. അല്ലെങ്കിൽ NPD എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒറ്റയടിക്ക് വിലയിരുത്തരുത്. കാരണം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുറേ ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡ് NPD ആണ്. കാരണം ആണുങ്ങൾക്കാണ് ഇത് ഈ NPD എന്നുള്ള പേര് ഭയങ്കരമായിട്ട് ചാർത്തി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. NPDയിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഉണ്ട്. അപ്പം നമ്മൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും NPD എന്ന് പറയും. കാരണം എന്താ, സോഷ്യൽ മീഡിയയിൽ ഈ സംഗതികൾ കേട്ടുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ സോഷ്യൽ മീഡിയയിലെ സംഗതികൾ കേട്ടിട്ട് ആൾക്കാരെ വിലയിരുത്തിക്കൊണ്ട് ഇവരെന്തെങ്കിലും സംസാരിക്കും. ഞാൻ അവരോട് പറയാതെ അങ്ങനെ ചെയ്യരുത്. നമുക്കറിയില്ല വീടോ NPD ആണോ എന്താ നമുക്കറിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വായിച്ച കുറച്ച് കാര്യങ്ങളോ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആയി കാണരുത്. പക്ഷേ ഈ NPD എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ പറ്റി ഇവർ പറയുക അവരുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് അവർ പറയുന്നത്. പക്ഷെ ഞാൻ അതിനെ അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് സ്നേഹമാണ്, പരിഗണനയാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്ത് അവരുടെ എനർജി ബ്ലോക്ക്ഡ് ആയി കിടക്കുകയാണ്. അവരുടെ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എനർജി ഹയർ ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. ആ ലെവലിൽ ഷിഫ്റ്റ് ചെയ്ത സ്റ്റോറീസ് നമുക്ക് ഒരുപാടുണ്ട്. ഓക്കെ, NPD എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഭർത്താവ് NPD എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കൂടെ ഇപ്പം വളരെ പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കപ്പിൾസ് നമുക്ക് കിട്ടും. സോ നമ്മൾ കൈൻഡ് ഓഫ് എന്താ പറയുക, എന്താണ് അടിയിലൊരു കമന്റ് വന്നു ഹസീന, അവരെങ്ങനെ കൈകാര്യം ചെയ്യുക? നിങ്ങൾ കൈകാര്യമൊന്നും ചെയ്യണ്ട. നമ്മളെ ആ ഒരു അപ്രോച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? ലവ് ആൻഡ് കെയർ, അത് തന്നെ സാറെ കൈകാര്യം ചെയ്യുക. ലവ് ആൻഡ് കെയർ അറിയും. ലവ് ആൻഡ് കെയർ എന്ന് പറയുന്നത് നമുക്കിപ്പോ നമ്മൾ ശരിക്കും ലവ് ആൻഡ് കെയർ അവർക്ക് കൊടുക്കുകയാണോ? അല്ല, അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ മാം, അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ലവ് ആൻഡ് കെയർ അങ്ങനെ കൊടുത്താൽ പാടില്ല. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് കൊടുക്കാൻ നമുക്ക് ഈ ലവ് ആൻഡ് കെയർ എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ വെറുതെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അത് നമ്മളെടുത്ത് അത്രയും ഉണ്ടെങ്കിലേ കൊടുക്കാൻ കഴിയുള്ളൂ. കൊടുക്കാൻ കഴിയാത്തൊരു കാര്യം ഏറ്റെടുക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കൊടുക്കൽ ഓട്ടോമാറ്റിക്കലി നടക്കുക. നമുക്ക് ആരും കൊടുക്കണ്ട. ഓക്കെ, നമ്മുടെ എനർജി തന്നെ അത് കൊടുത്തോളൂ. അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ആ ലെവലിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, നമ്മൾ ചേഞ്ച് ചെയ്യുക, നമ്മൾ ഹീൽ ചെയ്യുക. നമ്മൾ ആ ലെവലിൽ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ആകും. നമ്മുടെ വേദനകൾ നമ്മൾ ഹീൽ ചെയ്ത് കളയുമ്പോൾ നമ്മളെ ഹീൽ ചെയ്ത് നമ്മൾ അനുഭവിച്ച അയാളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളതും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള സംഗതികളിൽ നമ്മൾ അട്രാക്ട് ചെയ്ത് ആ ലൈഫിലെ മൊത്തം പെയിൻ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പവർഫുൾ ആവും. അങ്ങനെ ഭയങ്കര പവർഫുൾ ആകുമ്പോൾ നമ്മുടെ എനർജി ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ എനർജി പവർഫുൾ നമ്മൾ പിന്നെ ഒന്നും കൊടുക്കുകയോ ഒന്നും ചെയ്യുകയോ ഒന്നും പറയുന്നു വേണ്ട. നടക്കേണ്ടതൊക്കെ അവിടെ നടക്കും.
ആൻഡ് ദാറ്റ് ഈസ് എ മിറാക്കിൾ ഓഫ് അഡ്വാൻസ് പ്രോഗ്രാമിൻ്റെ ഭയങ്കര മിറാക്കിൾ അതാണ്. ഓക്കെ, സോ അതാണ് റഷീദ മാം ഇപ്പോൾ അവിടെ പറഞ്ഞത്. കറക്റ്റ്. കാരണം റഷീദ മാം ഇതിൻ്റെ എന്താ പറയുക, അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ ഒരാളാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ പറയണം, NPD ആണ്, എന്ത് ചെയ്യാൻ പറ്റും, സൈക്കോളജിസ്റ്റ് അടക്കം പറഞ്ഞിട്ടുള്ളത് എന്താണ്, മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ നടക്കുള്ളൂ, ഒന്നും നടക്കില്ല. അവിടെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വേറെ വഴിയുണ്ട്, 4ാമത്തെ വഴിയാണ്. ആ വഴിയിലേക്ക് നിങ്ങൾ റെഡിയാണോ എന്ന് ഞാൻ ചോദിച്ചത്. റെഡിയാണെന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാതെ ആളൊന്നും ചെയ്യേണ്ട. ആ വ്യക്തിയെ നമ്മളൊന്നും ചെയ്യാൻ പോകും. നിങ്ങൾ വേറൊരാളെ മാറ്റാൻ ശ്രമിക്കരുത്. അത് നടക്കുന്ന കാര്യമില്ല. വേറൊരാൾ മാറ്റണ്ട. നമ്മൾ ആകെ പണിയെടുക്കേണ്ടത് നമ്മളിലാണ്. അപ്പോൾ തീർച്ചയായും എങ്ങനെ കൈകാര്യം ചെയ്യാം അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പണിയല്ല, നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളെ കൈകാര്യം ചെയ്താൽ നമ്മളെ കൈകാര്യം, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പണി നമ്മളെ കൈകാര്യം ചെയ്യലാണ്. അവിടെ നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മളെ താഴത്തിലേക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ മുറിവുകളെല്ലാം ഹീൽ ചെയ്ത് നമ്മളങ്ങ് ഫ്രീ ആക്കുമ്പോൾ നമ്മളങ്ങ് ശക്തനായി മാറും. നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തേക്ക് വരും. യഥാർത്ഥ ശക്തി പുറത്തേക്ക് വരും. അതിന് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള അത്ഭുതകരമായ ശക്തിയുണ്ട്. അത് ചെറിയ ശക്തിയല്ല. ആ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര പവറാണ്. അതിൻ്റെ ഓറ വേറെ ലെവലാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീക്കായതുകൊണ്ടാണ് അയാൾ നമ്മൾ ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതും, ആള് കൂടുതൽ വഷളാകുന്നതും നമ്മൾ വഷളായതുകൊണ്ടാണ്, നമ്മൾ വീക്കായതുകൊണ്ട്. നമ്മളെ ഹീൽ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അതേപോലെ കാണാം അയാൾ സ്ട്രോങ് ആകും. നമുക്ക് ആരെയും മാറ്റാൻ കഴിയില്ലല്ലോ, നമ്മളെ മാറ്റിയെടുക്കുക. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് ദ ഓൺലി വേ. അപ്പോൾ വേറെ ആൾ കൈകാര്യം ചെയ്യേണ്ട. മനസ്സിലായോ? NPD പേഴ്സണാലിറ്റിക്ക് സാറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ ഓട്ടോമാറ്റിക്കലി? അവര് സ്വഭാവത്തിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി മാറുമോ? അതാ ഞാൻ പറയുന്നത്. നമ്മൾ ഈ NPD എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ആദ്യം എടുത്ത് ഒഴിവാക്കിയാലാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ? നിങ്ങൾ പറയുന്ന NPDക്ക് എനിക്കറിയില്ല. ഞാൻ മനുഷ്യനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ എല്ലാവർക്കും വേണ്ടതുണ്ട് സ്നേഹമല്ലേ? എല്ലാവർക്കും വേണ്ട സ്നേഹമാണ്. അപ്പം അത് നമുക്ക് ആ സ്നേഹം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സ്നേഹം കൊടുക്കാൻ കഴിയും. ചില ആൾക്കാർ സ്നേഹമല്ല കൊടുക്കുന്നത്. ചില ആൾക്കാർ സ്നേഹത്തിൻ്റെ പേരിൽ പൊതിഞ്ഞിട്ടുള്ള ചില എന്താ പറയുക മാനിപ്പുലേഷനാണ് ചെയ്യുന്നത്. സ്നേഹം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ അല്ല. സ്നേഹം എന്ന് പറയുന്നത് ഡിവൈനാണ്. അത് അൺകണ്ടീഷണലാണ്. അത് കണ്ടീഷണൽ അല്ല. കുറച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് അവർ നന്നാവുമോ? അത് സ്നേഹമല്ല. മനസ്സിലായോ? അതെന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ഒരു പട്ടിക്കൊരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് എൻ്റെ കൂടെ വരുമോ, അല്ലെങ്കിൽ വേറെ ആൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മളെ കാര്യം സാധിക്കുന്ന പരിപാടി, ഇതിനെ പറയും മാനിപ്പുലേഷൻ, ഇതിനെ പറയും ഇൻഫ്ലുവൻസിങ്, പെർസുവേഷൻ എന്നൊക്കെ പറയും. അത് സ്നേഹമല്ല. അതൊരു ടാക്ടിക്കാണ്. അതൊരു തന്ത്രമാണ്. സ്നേഹം തന്ത്രമല്ല. തന്ത്രത്തിനപ്പുറത്തുള്ള അത് നമുക്ക് എല്ലാവരുടെയും കയ്യിൽ കിട്ടിയതല്ല. നമ്മുടെ കയ്യിലൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കിതുവരെ ഇത് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല. കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമുക്കത് അങ്ങനെ കൊടുത്ത് പരിചയമില്ല. നമുക്കറിയില്ല. സ്നേഹം എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനമാണ്. അത് വെറുതെ കിട്ടൂല. സ്നേഹം ചിന്തകൾ കുറഞ്ഞ മനസ്സുകൾക്കേ കിട്ടുള്ളൂ. സമാധാനം, 3 കാര്യങ്ങളുണ്ട്. സ്നേഹം, സമാധാനം, ആനന്ദം. ഇത് 3ഉം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി 6th dimension, 5th dimension, 6th dimension, 7th dimensionലേക്ക് പോകണം. അതല്ലാതെ ഇതുവരെ കിട്ടിയൊന്നും സ്നേഹവും സംഗതികളൊന്നും അല്ല. നമ്മൾ കൊടുത്തിട്ടുമില്ല. കാരണം നമുക്ക് അതെന്താണെന്ന് അറിയാൻ പോലുമില്ല. നമ്മളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയുള്ളൂ. നമ്മൾ അൺകണ്ടീഷണൽ ലെവലായി മതി അല്ലേ? അതങ്ങോട്ട് ആകാൻ കഴിയൊന്നുമില്ല ഒറ്റടിക്ക്. അത് നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട്. കണ്ടീഷണൽ ലെവലിന്റെ ഒപ്പം ഉള്ളത് അൺകണ്ടീഷണൽ ആവാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു നമ്മൾ ഹീൽ ചെയ്യുക, നല്ലോണം ഹീൽ ചെയ്ത് ഹീലിംഗ് ആണ് അതിനുള്ള വഴി. ട്രോമ അത് അന്നാന്നത്തെ ഡെയിലി നെഗറ്റീവ് തോട്ടൊക്കെ ഹീൽ ചെയ്ത് പോയാൽ അൺകണ്ടീഷണൽ ആയി മാറും. അന്നാമത്തെ മാത്രമല്ല, അത് അന്നാമത്തതല്ല ചെയ്യേണ്ടത്. പണ്ടത്തെ ക്ലിയർ ചെയ്താൽ അന്നാമത്തൊക്കെ പണ്ടത്തെ ഓൾറെഡി ക്ലിയർ ആയി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് സോ എല്ലാം ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഡെയിലി സാറിന്റെ മോർണിംഗ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഫുള്ളും നെഗറ്റീവ് തോട്ടൊക്കെ പോയി. ഇപ്പൊ ഫുള്ള് പോസിറ്റീവിലാ. ഇല്ല, ഞാൻ നിങ്ങളെ ഫുള്ള് പോവില്ല. അത് കുറച്ച് നമ്മള് മുന്നിൽ അതുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും. എന്നാലും നമുക്ക് സാജിദ മാം പറഞ്ഞോളൂ, എന്താ പറഞ്ഞേ? മാഡം പറഞ്ഞതുപോലെ മോർണിംഗ് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട്
നമ്മുടെ നെഗറ്റീവൊക്കെ പോയി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ബോധമണ്ഡലത്തിലുള്ളത് ചിലപ്പം പോയി എന്നിരിക്കും, പക്ഷെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കുറേ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ഹീൽ ചെയ്താൽ തന്നെ പോവുള്ളൂ. അത് നമ്മൾ ഡീപ്പർ ലെവലിൽ ഹീൽ ചെയ്യണം. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാനും. ഞാൻ ഇതേ ചിന്താഗതിയിൽ ജീവിച്ച ഒരാളാണ്. ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, ഐ ആം ഹാപ്പി. പക്ഷെ ഞാൻ ഹീലിങ്ങിലോട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും എനിക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോഴും ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മൾ കുറേ ചെയ്യുന്തോറും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ നമ്മളിങ്ങനെ ഹീൽ ചെയ്ത് പോകണം. അതിന് ഏറ്റവും നല്ലത് EFT തന്നെയാണ്. ഓൾറൈറ്റ്, താങ്ക് യു സജിത മാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമുക്കൊക്കെ ലൈഫിൽ നമുക്ക് ഇത്രയും നല്ല അറിവുകളും ഇത്രയും നല്ല ഡിസ്കഷനും നടത്താൻ പറ്റിയ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. വി ആർ ബ്ലെസ്ഡ്. താങ്ക് യു. പറഞ്ഞതുപോലെ NPD ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട. അത് നമുക്കറിയാത്ത കാര്യങ്ങളാണ് പലതും. പിന്നെ സയൻസ് വളരെ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഋഷിത മാം പറയുന്നു, പോയി എന്ന് തോന്നുന്നതാ, പോയിട്ടില്ല. ഹീൽ ചെയ്യുക, എനർജി കൂട്ടുക, ദാറ്റ്സ് ഇറ്റ്. ഹീൽ ചെയ്യുക, എനർജി കൂട്ടുക. എനർജി കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലവ് എന്താ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. പുറമേ നിന്ന് കിട്ടുന്ന ഒരു സാധനം അല്ലാതെ. പുറമേ നിന്ന് കിട്ടുന്നതിനെ പറയാം വാലിഡേഷൻ, അപ്രീസിയേഷൻ, റെക്കഗ്നിഷൻ. അതൊക്കെ ഈഗോക്ക് വേണ്ടതാണ്. ഈഗോ അങ്ങോട്ട് മരിക്കുന്നൊരവസ്ഥയുണ്ട്. അത് ഹീൽ ചെയ്താലാണ് നമുക്ക് അതങ്ങ് പോകുള്ളൂ. അതങ്ങോട്ട് പോകുന്ന പ്രാക്ടീസുകളാണ് നമ്മുടെ കോഴ്സുകളെല്ലാം. അത് നമുക്ക് അങ്ങോട്ട് പോക്കണം. അത് എന്താ പറയുക എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ഇല്ലാതാവുക എന്നുള്ളതല്ല. അപ്പം അത് പരമാവധി അതിൻ്റെ നമ്മളെ ബാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിൽ നമ്മൾ മോചിതനായി സോളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വരാണ്ട്, ഒരു ലവ് എന്ന് പറഞ്ഞ വേറെ ലെവൽ സാധനം. എൻ്റെ മോനെ, അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളൊന്നും കാണൂല, അതേ കാണും. അത് കിട്ടിയാൽ മതി. അതിൻ്റെ അത്ര ലഹരി വേറെ ഇല്ല. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് കുത്തിയാലും പ്രശ്നമില്ല, ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. നമ്മളത് കേൾക്കൂല, കാണൂല, നമ്മളത് ബാധിക്കൂല. നമുക്ക് എന്ത്, അതാണ് ആ സാധനം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പിന്നെ അവിടെ NPDയും പ്രശ്നമില്ല, BPDയും പ്രശ്നമില്ല. നത്തിങ് ഈസ്, യു വിൽ ബി ലൈക്ക് വേറെ ലെവൽ പവർഫുൾ സാധനം, ആളായി മാറും. മനസ്സിലായോ? നിങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കണ്ടെത്തും. അവിടെ നിങ്ങൾ അടുത്ത ഘട്ടമുണ്ട്, ജോയ്, ആനന്ദം കിട്ടും നിങ്ങൾക്ക്. അതും കഴിഞ്ഞ് വേറെ സാധനം കിട്ടാണ്ട് സമാധാനം, അൾട്ടിമേറ്റ് സാധനം. സമാധാനമൊക്കെ നമുക്ക് ആർക്കും പരിചയമില്ല, വളരെ കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടിയ സാധനമാണ്. അപ്പം അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ എന്താണെന്ന് അറിയണം. എന്താണ് സമാധാനം? ഒരു വസ്തു വാങ്ങുമ്പോഴോ വീട്ടിൽ കുറേ കാര്യങ്ങൾ എല്ലാം, അരിയും ഭക്ഷണ സാധനങ്ങളും താമസിക്കാനുള്ള എല്ലാ അവസ്ഥയും കിട്ടി വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല സമാധാനം. അത് ഡെഫിനറ്റ്ലി അതൊരു ഒരു കൈൻഡ് ഓഫ് സമാധാനമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ആശ്വാസം വേണമെങ്കിൽ പറയാം. നമുക്ക് പറയാമെങ്കിൽ അതല്ലാത്തൊരു സാധനമുണ്ട്, റിയൽ ട്രൂ പീസ് എന്ന് പറയുന്നത്, ഇന്നർ പീസ്. നിങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിലും ആ സാധനം കിട്ടിയാൽ പിന്നെ അതൊരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ്. അതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ലൈഫ് തന്നെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ പരാതികളും തീരും. നിങ്ങൾ വേറെ ലെവൽ സാധനത്തിലേക്ക് പോകും. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് ആ മനസ്സിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗോളുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഡ്രീംസ് സെറ്റ് ചെയ്തിട്ട്, അതവിടെ സമാധാനമുള്ളൊരു മനസ്സിലുള്ള അവിടെ കൊണ്ടൊരു ഡ്രീം സെറ്റ് ചെയ്താൽ വ്യക്തമായിട്ട് കാണാം എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം. ലൈക്ക് അത് അനുഭവിച്ച ഒരാളാണ് സഫീന. സഫീന ഇപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്തു, താങ്ക് യു സോ മച്ച് സാർ. എന്താ കാര്യം, കഴിഞ്ഞ അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. ശരിയല്ലേ സഫീന? അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ എന്താകും, ഞാനിങ്ങനെ വരികയാണ് സാർ, ഞാൻ വിശ്വസിച്ചങ്ങ് വരികയാണ് സാർ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ വന്നു, അനുഭവിച്ചു, കിട്ടി. ശരിയാണോ? യെസ് സാർ, താഴെ കമൻറ്റ് ചെയ്തത്. നിങ്ങളെല്ലാവരും അനുഭവിക്കണം. അപ്പം ഇതിൻ്റെ ആദ്യഘട്ടമാണെന്ന് വെച്ചാൽ EFT പ്രോഗ്രാം ബേസിക് നിങ്ങൾ ചെയ്യുക, ദെൻ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരിക. കിട്ടാത്തൊരു സാധനമാണ്, കിട്ടി നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും കിട്ടുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുക, റിയൽ സാധനം കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊന്നും പ്രശ്നമല്ല, എല്ലാം വേറെ ലെവലിലാണ് പിന്നെ പോവുക. വേറെ ലെവലിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയായിരിക്കും. നിങ്ങളുടെ എനർജി വേറെ ലെവലിൽ ഷിഫ്റ്റ് ആവും. ആ എനർജിയുടെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യും, ഫാസ്റ്റായിട്ട് നടക്കും, എല്ലാം അനുകൂലമാകും, എല്ലാ കാര്യങ്ങളും ഉഷാറാകും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര എനർജി, എന്താണെന്ന് അറിയില്ല, ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ വൈബ്രേഷൻ, അടിപൊളി. നിങ്ങൾക്ക് ഒരു വേറെ സാധനമാണ്. ഓക്കെ, നിങ്ങൾ ഒരാൾക്ക് പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളുടെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് വേണ്ട, ഒരാളുടെയും ഇന്ന് പറഞ്ഞ ഈ അപ്രൂവൽ വേണ്ട,
അയാൾക്ക് വേണ്ടിയിട്ടല്ല. എണീക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളുന്ന നിങ്ങളുടെ യഥാർത്ഥ ഉള്ളു നിങ്ങളോട് പറയും, നീ ഇത് പോയി ചെയ്യണം, നീ ഇത് ചെയ്യണം, നിന്റെ ടാസ്ക് ഇതാണ് ഇതാണ്. എന്താ ചെയ്യണം, ഞാൻ അതാ ചെയ്യും. നേരെ ഒരു നെട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ, ഒരു പിടുത്തം കിട്ടും. ഒരു സാധനത്തിലേക്ക് നമ്മൾ ഇമോഷണലി ഇങ്ങനെ ചാടി പോകില്ല. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. മൈൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കറക്റ്റ് പാത്ത്, കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് അങ്ങനെ പോകും. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇരിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അഡ്വാൻസ് ചെയ്യണം. സനീറ പറയുന്നു, ഇൻഷാല്ല ബേസിക് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്യണം. വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ഐ എം റിയലി ഹാപ്പി. ഐ എം എക്സൈറ്റഡ് ഫോർ യുവർ ജേർണി. അപ്പോൾ അതിന് സാധിക്കട്ടെ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗൈസ്. ലെറ്റ്സ് എക്സ്പ്ലോർ ആൻഡ് ചേഞ്ച് എവറിബഡീസ് ലൈഫ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. Okay. Thank you, sir. Amazing section. More motivated all of Diwali. Yes. അപ്പോൾ ഹാപ്പി ദിവാലി. പറഞ്ഞാൽ ഇനി ഒരുപാട് പറയും, അങ്ങനെ നീണ്ടുപോകും. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് സംഗതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ സമയം പോയെന്ന് അറിയുന്നേ ഇല്ല സാറേ. അറിയുന്നില്ല. മാഷാ അല്ലാ, അടിപൊളി, സൂപ്പർ സെഷൻ. വെരി ഗുഡ്, താങ്ക് യു. ഐ എം റിയലി ഹാപ്പി ഫോർ താങ്ക് യു. യു സാർ. ഓക്കെ, എല്ലാവരും മുന്നോട്ട് പോട്ടെ. ഉണ്ടോ, നമുക്ക് എല്ലാം വേണം. നല്ല പവർഫുൾ ആയിട്ടുള്ള സെഷൻസും ഇതേപോലെ ഡീപ്പുള്ള ഹൃദയാരിയായിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ടോപ്പിക്കും വെരി യൂസ്ഫുൾ ആണ് സാർ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം എക്സൈറ്റഡ്. സോ ഇത്രയും പറഞ്ഞിട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. താങ്ക് യു everyone for joining today. Have a great day. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പോവാം, താങ്ക് യു പറഞ്ഞിട്ട് പോവാം. എന്നോടല്ല, നമ്മളോട് തന്നെ. നമ്മളെല്ലാവരും ഇത്രയും പേരോട് നിന്നല്ലോ, എല്ലാവരും പരസ്പരം. താങ്ക് യു all. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു. നല്ല സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നല്ല ഈഗോയെ പറ്റി അടിപൊളി ക്ലാസ് ആയിരുന്നു സാർ. കേൾക്കേണ്ട കാര്യമായിരുന്നു. നല്ലതായിരുന്നു. എന്നുവെച്ചാൽ ഈഗോയാണ് വീട്ടിനകത്ത് ഈ കൂടുതലാണ്. എന്തോ സാറിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാരാണ് ഈ പുലി? ആരാണ് പേരെന്താണ്? ഈ പേര് മെഹർജാൻ. ഞാനും സാറുമായിട്ടുള്ള ഫോട്ടോ ഉണ്ട്, ഞങ്ങൾക്ക് വേണേ ഗ്രൂപ്പ് കിട്ടിയരാ. തിരുവനന്തപുരം. അറിയാം. വെരി ഗുഡ്, അറിയാം. എപ്പോഴും സാറിന്റെ മനസ്സിലുണ്ട് സാർ. ഞാൻ എല്ലാ ക്ലാസ്സിലും കയറുന്നുണ്ട് ഇതില്. മിണ്ടാണ്ടിരിക്കുന്നതാണല്ലേ? അതെ, മിണ്ടാതിരിക്കുകയാണ്. സൂപ്പർ അല്ലേ സാർ ക്ലാസ്? താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. ഓരോ അറിവും സാറിൽ നിന്ന് ഞങ്ങൾക്ക് പകരുന്നുണ്ട്. അതുകൊണ്ട് എളുപ്പം കയറി ഈ ക്ലാസ്സിൽ കയറി ഞാൻ രാവിലെ എന്നും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. Thank you. All right. So that's it. Let's wind up. Thank you.